Hello everyone, welcome to Free Period. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ജേർണലിസം മൈനർ കോഴ്സ് ആയിട്ടുള്ള റേഡിയോ ആൻഡ് ടെലിവിഷൻ എന്ന് പറയുന്ന ഭാഗത്തിൽ മൂന്നാമത്തെ മൊഡ്യൂളിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓഡിയോ ടൂൾസ് ആൻഡ് ടെക്നിക്സ് എന്ന് പറയുന്ന ഭാഗമാണ്. ഓഡിയോ ടൂൾസ് എന്ന് പറയുമ്പോൾ റേഡിയോ, ടെലിവിഷൻ, അതുപോലെ തന്നെ മ്യൂസിക് ആൻഡ് ഫിലിം മേക്കിംഗ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓഡിയോ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ റേഡിയോ, ടെലിവിഷൻ, മ്യൂസിക്, ഫിലിം മേക്കിംഗ് ഇതിനൊക്കെ നമ്മൾ ഓഡിയോ നൽകുക എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള സൗണ്ടുകൾ ഒരു സ്റ്റോറി ടെല്ലിങ്ങിന് വേണ്ടിയിട്ടും ഓഡിയൻസ് എൻഗേജ്മെന്റ്, ഓഡിയൻസിനെ കുറച്ചും കൂടി നമ്മൾ അവതരിപ്പിക്കുന്ന കാര്യങ്ങളിലോട്ട് കൂടുതൽ എൻഗേജ്മെന്റ് ചെയ്യിപ്പിക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു കാര്യം അച്ചീവ് ചെയ്യുന്നതിന്, ഇത്തരത്തിലുള്ള ഒരു കാര്യം നേടിയെടുക്കുന്നതിന് പ്രൊഫഷണൽസ് വേരിയസ് ടൂൾസുകൾ ഉപയോഗിക്കാറുണ്ട്. ആ ടൂളുകളാണ് മൈക്രോഫോൺസ്, മിക്സേഴ്സ്, ഈക്വലൈസേഴ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. ടെക്നിക്സുകൾ ഉപയോഗിക്കാറുണ്ട്. അതാണ് സൗണ്ട് റെക്കോർഡിങ്സ്, എഡിറ്റിംഗ്, എഫക്റ്റുകൾ, ബ്രോഡ്കാസ്റ്റിംഗ് തുടങ്ങിയുള്ള ടെക്നിക്കുകൾ. ഇനി അതെന്തെല്ലാമാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഭാഗത്ത് ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഒന്നാമതായിട്ട് ഓഡിയോ ടൂൾസുകൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഫസ്റ്റത്തേതാണ് മൈക്രോഫോൺസ് എന്ന് പറയുന്നത്. മൈക്രോഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ടുകൾ ക്യാപ്ചർ ചെയ്തുകൊണ്ട് ഒരു ഇലക്ട്രിക് സിഗ്നലിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന രീതിയാണ്, അല്ലെങ്കിൽ ഒരു പ്രോസസ്സാണ് മൈക്രോഫോൺസ് ചെയ്യുന്നത്. അത് ആംപ്ലിഫയറിലൂടെ റെക്കോർഡിംഗ് ചെയ്തുകൊണ്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് മൈക്രോഫോൺസ് എല്ലാ സമയത്തും ചെയ്യുന്നത്. അതായത് ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ സംസാരിക്കുന്ന കാര്യം എൻ്റെ മൈക്രോഫോൺ വഴി ശബ്ദ തരംഗങ്ങളായിട്ട് അത് പിന്നീട് എന്ത് ചെയ്യുന്നു, അത് റെക്കോർഡ് ചെയ്യപ്പെടുന്നു, അത് പിന്നെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു പ്രൊസീജിയറാണ് ഇതിൽ നടക്കുന്നത്. അപ്പൊ വോയിസ് റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാ സമയത്തും എന്ത് ചെയ്യുന്നത്, മൈക്രോഫോൺസുകൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഡിഫറെന്റ് പർപ്പസിന് വേണ്ടിയിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മൈക്രോഫോൺസുകൾ അവൈലബിൾ ആണ്. അതിൽ ഒന്നാമതാണ് യൂണി ഡയറക്ഷണൽ മൈക്രോഫോൺസ് എന്ന് പറയുന്നത്. യൂണി ഡയറക്ഷണൽ മൈക്രോഫോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഡയറക്ഷൻ ആയിരിക്കും. അതായത് ബാക്ക്ഗ്രൗണ്ട് നോയിസുകളൊക്കെ റിമൂവ് ചെയ്തുകൊണ്ട് മിനിമൈസ് ചെയ്യുക, കുറച്ചുകൊണ്ട് ഒരു ഡയറക്ഷനിൽ നിന്നും മാത്രം, ഒരു രീതിയിൽ നിന്ന് മാത്രം സൗണ്ടുകൾ പിക്ക് ചെയ്യുന്ന മൈക്രോഫോൺസ് ആണ് യൂണി ഡയറക്ഷണൽ മൈക്രോഫോൺസ് എന്ന് പറയുന്നത്. അത് ന്യൂസ് റീഡേഴ്സ്, റേഡിയോ പ്രസന്റേഴ്സ്, സോളോ പെർഫോമേഴ്സ്, ഒറ്റയ്ക്ക് പെർഫോം ചെയ്യുന്ന ആളുകൾ, അവരൊക്കെ ഉപയോഗിക്കുന്നതാണ് യൂണി ഡയറക്ഷണൽ മൈക്രോഫോൺസ് എന്ന് പറയുന്നത്. രണ്ടാമതാണ് ബൈ ഡയറക്ഷണൽ മൈക്രോഫോൺസ് എന്ന് പറയുന്നത്. ബൈ ഡയറക്ഷണൽ മൈക്രോഫോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഓപ്പോസിറ്റ് ഡയറക്ഷൻസ്, അതായത് രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്നും സൗണ്ടുകൾ ക്യാപ്ചർ ചെയ്യുന്നതാണ് ബൈ ഡയറക്ഷണൽ മൈക്രോഫോൺസ് എന്ന് പറയുന്നത്. ഇന്റർവ്യൂസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ രണ്ടാളുകൾ തമ്മിലുള്ള കോൺവെർസേഷൻ, സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ബൈ ഡയറക്ഷണൽ മൈക്രോഫോൺസ് ഉപയോഗിക്കുന്നത്. അടുത്തത് ഒമ്നി ഡയറക്ഷണൽ മൈക്രോഫോൺസ് ആണ്. അതായത് ആൾ ഡയറക്ഷൻ, അതായത് ഒരു ഹാളിൽ നിന്ന് നമ്മൾ റെക്കോർഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഹാളിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും സൗണ്ടുകൾ ക്യാപ്ചർ ചെയ്യുന്നതാണ് ഒമ്നി ഡയറക്ഷണൽ മൈക്രോഫോൺസ് എന്ന് പറയുന്നത്. ഗ്രൂപ്പ് ഡിസ്കഷൻസ്, ആംബിയന്റ് സൗണ്ടുകൾ, ലൈവ് ഇവന്റിന്റെ സൗണ്ടുകളൊക്കെ ക്യാപ്ചർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഒമ്നി ഡയറക്ഷണൽ മൈക്രോഫോൺസുകൾ ഉപയോഗിക്കാറുള്ളത്. അടുത്തതായിട്ട് അതർ കോമൺ മൈക്രോഫോൺസ് ആണ് ലാപ്പൽ മൈക്രോഫോൺസ്, അല്ലെങ്കിൽ ലാവലിയർ മൈക്ക് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുള്ളതാണ്, പഠിച്ചിട്ടുള്ളതാണ്. ടി വി ഷോസിനൊക്കെ വേണ്ടിയിട്ട്, ഇന്റർവ്യൂസിനൊക്കെ വേണ്ടിയിട്ട്, സ്പീച്ചുകൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന മൈക്രോഫോൺസ് ആണ് ലാപ്പൽ മൈക്രോഫോൺസ് എന്ന് പറയുന്നത്. അടുത്ത ഹാൻഡൽഡ് മൈക്രോഫോൺസ് ഉണ്ട്. സിംഗേഴ്സ് ആയിട്ടുള്ള സ്പീക്കേഴ്സ് അല്ലെങ്കിൽ റിപ്പോർട്ടേഴ്സ് ഒക്കെ അവര് ഫ്ലെക്സിബിലിറ്റിക്ക്, മൊബിലിറ്റിക്ക് ഒക്കെ വേണ്ടി ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ അവരെ കൈകൊണ്ട് നടക്കുന്ന കോമൺ ആയിട്ട് കാണുന്ന മൈക്രോഫോൺ ആണ് ഏതെന്ന് പറയുന്നത് ഹാൻഡൽഡ് മൈക്രോഫോൺസ് എന്ന് പറയുന്നത്. അടുത്ത ഷോർട്ട് ഗൺ മൈക്രോഫോൺസ് ആണ്. അത് ലോങ് ആയിട്ടുള്ള ഒരു മൈക്രോഫോൺ ആയിരിക്കും. ഇത് നാരോ മൈക്ക് ആയിരിക്കും. അതായത് ഡിസ്റ്റൻസ് സൗണ്ടുകൾ, വളരെ ഡിസ്റ്റൻസ്ഡ് ആയിട്ടുള്ള, വളരെ ദൂരത്തിലുള്ള സൗണ്ടുകളൊക്കെ ക്യാപ്ചർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഫിലിം മേക്കിങ്ങിന്, സ്പോർട്സുകൾ കവറേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ, സ്പോർട്സിന്റെ സൗണ്ടുകളൊക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും. അടുത്തത് വയർലെസ് മൈക്രോഫോൺസ് ആണ്. ഇതിന് കേബിൾ ഉണ്ടായിരിക്കില്ല, ഫ്രീ ആയിട്ട് നമുക്ക് മൂവ്മെന്റ് ചെയ്യാൻ പറ്റും. സ്റ്റേജ് പെർഫോമൻസിന്, ലൈവ് ഇവന്റുകൾക്കൊക്കെ ഉപയോഗിക്കുന്നതാണ് വയർലെസ് മൈക്രോഫോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മിക്സറിനെ കുറിച്ചിട്ടാണ്. മിക്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓഡിയോ മിക്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിവൈസ് ആണ്. ഈ ഡിവൈസ് മൾട്ടിപ്പിൾ സൗണ്ട് സോഴ്സുകളിൽ നിന്നും സൗണ്ടുകൾ കമ്പൈൻ ചെയ്യുന്ന ഒരു ഡ്യൂട്ടി ചെയ്യുന്ന ഉപകരണമാണ് മിക്സർ എന്ന് പറയുന്നത്. അതായത് വോളിയം ലെവലുകൾ അഡ്ജസ്റ്റ് ചെയ്യുക, ഓഡിയോന്റെ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യുക തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഡ്യൂട്ടിയാണ്.
അത്തരത്തിലുള്ള ഒരു മെഷീനാണ് എന്തെന്ന് പറയുന്നത് മിക്സർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് റേഡിയോ സ്റ്റേഷൻസില്, മ്യൂസിക് സ്റ്റുഡിയോസില്, ലൈവ് ഇവന്റുകളില്, TV പ്രൊഡക്ഷനിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് എന്തെന്ന് പറയുന്നത് മിക്സർ എന്ന് പറയുന്നത്. ഇതിന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഒന്ന് വോളിയം കൺട്രോൾ ആണ്. അതായത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള സൗണ്ടുകൾ മൾട്ടിപ്പിൾ മൈക്രോഫോണുകളിൽ നിന്നും റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ആ സൗണ്ടുകളൊക്കെ വരുന്ന സമയത്ത് അതിന്റെ സൗണ്ട് ലെവൽസുകൾ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ബാലൻസ്ഡ് ആക്കുക എന്നുള്ളതാണ് വോളിയം കൺട്രോൾ എന്ന് പറയുന്നത്. രണ്ടാമത് ബ്ലെൻഡിങ് ഓഡിയോ സോഴ്സസ് എന്നുള്ളതാണ്. അതായത് വോയിസുകൾ ഉണ്ടായിരിക്കും, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകൾ ഉണ്ടായിരിക്കും, സൗണ്ട് എഫക്റ്റുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഇതൊക്കെ ഒരുമിച്ച് കമ്പൈൻ ചെയ്യുക എന്ന് പറയുന്ന ഡ്യൂട്ടിയും ഏതുമായി ബന്ധപ്പെട്ടുള്ളതാണ് മിക്സറുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അടുത്തത് എഫക്റ്റ് ആൻഡ് ഈക്വലൈസേഷൻ എന്നുള്ളതാണ്. അതായത് ഓഡിയോന്റെ ക്ലാരിറ്റി കൂട്ടുക, അതുപോലെ തന്നെ നോയ്സുകൾ റെഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്ന ഡ്യൂട്ടിയും ആർക്കുള്ളതാണ് മിക്സർ ചെയ്യുന്നതാണ്. അതാണ് എഫക്റ്റ് ആൻഡ് ഈക്വലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഡ്യൂട്ടിയാണ് ലൈവ് ബ്രോഡ്കാസ്റ്റിംഗ്. അതായത് ലൈവ് ആയിട്ടുള്ള സ്പീക്കറും മ്യൂസിക്കും ഒക്കെ ഒരുമിച്ച് സംസാരിക്കുന്ന സമയത്ത്, അതായത് ഒരാൾ സംസാരിക്കുന്ന അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടുന്ന ആ സമയത്തൊക്കെ ലൈവ് ബ്രോഡ്കാസ്റ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഇതാണ് മിക്സർ എന്ന് പറയുന്ന ഒരു ഉപകരണം. നിങ്ങൾ ഇത് എല്ലാ പെർഫോമൻസ് ഇപ്പോൾ നിങ്ങൾ കോളേജുകളിലൊക്കെ പ്രോഗ്രാംസ് നടക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ ഈ രീതിയിലുള്ള ഒരു ഉപകരണം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എല്ലാ വോയിസുകളും കൺട്രോൾ ചെയ്യുന്ന എക്കോ, സൗണ്ട് എഫക്റ്റുകൾ, മൾട്ടിപ്പിൾ പേഴ്സൺസ് ഒരുമിച്ച് സംസാരിക്കുന്ന സമയത്തൊക്കെ വോയിസുകൾ എന്ത് ചെയ്യുന്ന കൺട്രോൾ ചെയ്യുന്ന ഉപകരണമാണ് ഈ മിക്സർ എന്ന് പറയുന്നത്. അടുത്ത ഒരു ടൂളാണ് ഈക്വലൈസർ എന്ന് പറയും. ഈക്വലൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EQ എന്ന് നമുക്ക് വിളിക്കാം. അതായത് ഡിഫറെന്റ് സൗണ്ട് ഫ്രീക്വൻസീസ് അത് ഇംപ്രൂവ് ചെയ്യുന്ന ഓഡിയോ ക്ലാരിറ്റികളും ബാലൻസുകളും ഒക്കെ നൽകുന്ന ഉപകരണമാണ് ഈക്വലൈസർ എന്ന് പറയുന്നത്. അതായത് വ്യത്യസ്തമായിട്ടുള്ള ഫ്രീക്വൻസികളിൽ നിന്ന് സൗണ്ടുകൾ വരുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള മൈക്കുകൾ ഉപയോഗിച്ചുകൊണ്ടൊക്കെ സംസാരിക്കുന്ന സമയത്ത് അതിന്റെ ഫ്രീക്വൻസി ഒക്കെ കറക്റ്റ് ആക്കിക്കൊണ്ട് ഓഡിയോ ക്ലാരിറ്റിയിലൂടെ ബാലൻസ്ഡ് ആക്കിയിട്ട് നൽകുന്ന ഉപകരണമാണ് ഈക്വലൈസർ എന്ന് പറയുന്നത്. ഈ ഈക്വലൈസറിന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഒന്നാമത്തത് എൻഹാൻസസ് സൗണ്ട് ക്വാളിറ്റി എന്നുള്ളതാണ്. അതായത് ബാസ്, മിഡ് റേഞ്ചുകള്, ട്രേബിള് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ബാലൻസ്ഡ് ആക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് റിമൂവ്സ് അൺവാണ്ടഡ് നോയ്സുകൾ എന്നുള്ളതാണ്. അതായത് ബാക്ക്ഗ്രൗണ്ട് നോയ്സുകൾ, കാര്യങ്ങൾ, എക്കോസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഫിൽട്ടർ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, ഇല്ലാതാക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ ഇംപ്രൂവ്സ് സ്പീച്ച് ക്ലാരിറ്റി എന്നുള്ളതാണ്. അതായത് ന്യൂസുകൾ അല്ലെങ്കിൽ ഇന്റർവ്യൂസ് അല്ലെങ്കിൽ സ്പീച്ചുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് ആ വോയിസുകൾ വളരെ ക്ലിയർ ആൻഡ് ക്രിസ്പ് ആയിട്ട് നൽകുക എന്നുള്ള ഡ്യൂട്ടിയാണ് ഫംഗ്ഷനാണ് മൂന്നാമത്തത്. നാലാമത്തെ ഫംഗ്ഷനാണ് ബാലൻസസ് മ്യൂസിക് ആൻഡ് ഡയലോഗ്സ് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ടെലിവിഷന് അല്ലെങ്കിൽ റേഡിയോ തുടങ്ങിയ പ്രോഗ്രാംസുകളിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്ന് പറയുന്നത് വളരെ മിനിമൽ ആയിട്ടും നമ്മൾ സംസാരിക്കുന്ന ഡയലോഗുകൾ കുറച്ച് കൂടുതലായിട്ടും കേൾക്കുകയും വേണം. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈക്വലൈസ് ചെയ്യുക എന്ന് പറയുന്ന ഡ്യൂട്ടിയും ആരുടെ ഫംഗ്ഷനാണ്, ഈക്വലൈസറിന്റെ ഫംഗ്ഷനാണ്. ഓക്കെ, അപ്പൊ ഈക്വലൈസർ എന്ന് പറയുന്ന ഈ ഉപകരണം റേഡിയോ സ്റ്റേഷൻസിൽ, മ്യൂസിക് പ്രൊഡക്ഷനിൽ, ഫിലിം പോസ്റ്റ് പ്രൊഡക്ഷനിലൊക്കെ ഉപയോഗിക്കുന്ന ഒന്നാണ്. ഇനി അടുത്തതായിട്ട് നിങ്ങൾ കാണുന്ന ഇമേജ് ആണ് ഒരു ഈക്വലൈസർ എന്ന് പറയുന്നത്. ഇതിന്റെ വെറൈറ്റി പല രീതിയിലുള്ള മോഡലുകളായിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ കാലത്ത് അവൈലബിൾ ആണ് ഈക്വലൈസർ എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ സ്റ്റേജ് പ്രോഗ്രാം നടക്കുമ്പോൾ, നിങ്ങൾ കോളേജിൽ എന്തെങ്കിലും പരിപാടി നടക്കുന്ന സമയത്ത് ഈ ഉപകരണവും അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, അടുത്തതായിട്ട് ഓഡിയോ ടെക്നിക്സുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് ഒരു ഓഡിയോ ടെക്നിക്സുകൾ എന്ന് പറയുന്നത് ക്യാപ്ചർ ചെയ്യുക, എഡിറ്റ് ചെയ്യുക, എൻഹാൻസ് ചെയ്യുക, ബ്രോഡ്കാസ്റ്റ് ചെയ്യുക തുടങ്ങിയുള്ള കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത് ഓഡിയോ ടെക്നിക്സുകൾ എന്ന് പറയുന്നത്. ഈ ഓഡിയോ ടെക്നിക്സിലെ ആദ്യത്തെ കാര്യമാണ് സൗണ്ട് റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. സൗണ്ട് റെക്കോർഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോഫോൺസുകൾ ഉപയോഗിച്ചുകൊണ്ട് റേഡിയോസിന് വേണ്ടി, ടെലിവിഷന് വേണ്ടി, മ്യൂസിക് പ്രൊഡക്ഷൻ, പോഡ്കാസ്റ്റുകൾ, ഫിലിം മേക്കിംഗ് തുടങ്ങിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ശബ്ദങ്ങൾ റെക്കോർഡ് ചെയ്യുക എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് സൗണ്ട് റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. ആ സൗണ്ട് റെക്കോർഡിങ്ങിനെ ഡിഫറെന്റ് ടൈപ്സുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമതായിട്ട് മോണോ റെക്കോർഡിംഗ് എന്നുള്ളതാണ്. മോണോ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ മൈക്രോഫോൺ ഉപയോഗിച്ചുകൊണ്ട് റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് മോണോ റെക്കോർഡിംഗ് എന്ന് പറയാം. അത് വൺ ട്രാക്ക് ഓഡിയോ ആയിരിക്കും. അതായത് ഒരു സ്പീച്ച് അല്ലെങ്കിൽ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഒറ്റ രീതിയിൽ മാത്രം പോകുന്ന ഇന്റർവ്യൂ ഒരു ഓഡിയോ ആയിരിക്കും എന്തെന്ന് പറയുന്നത് മോണോ റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റീരിയോ റെക്കോർഡിംഗ് എന്നുള്ളതാണ്. സ്റ്റീരിയോ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മൈക്രോഫോൺസുകൾ ഉപയോഗിച്ചുകൊണ്ട് വൈഡർ സൗണ്ട് എക്സ്പീരിയൻസുകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നൽകുന്നതാണ് സ്റ്റീരിയോ റെക്കോർഡിംഗ് എന്ന് പറയുന്നത്.
അത് മ്യൂസിക് റെക്കോർഡ് ചെയ്യുക അല്ലെങ്കിൽ ലൈവ് പെർഫോമൻസുകൾ റെക്കോർഡ് ചെയ്യുക തുടങ്ങിയുള്ള കാര്യങ്ങൾക്കാണ് സ്റ്റീരിയോ റെക്കോർഡിംഗ് എന്ന് പറയുക. അതായത് പണ്ടത്തെ കാലത്ത് മ്യൂസിക് റെക്കോർഡ് ചെയ്യുന്ന രീതികൾ. ഇന്നത്തെ അല്ലെങ്കിൽ ഇപ്പോൾ കാണുന്ന രീതിയാണ് എന്തെന്ന് പറയുന്നത് മൾട്ടി ട്രാക്ക് റെക്കോർഡിംഗ്. അതായത് റെക്കോർഡ്സ് ഡിഫറെന്റ് സൗണ്ട് എലമെന്റ്സ് സെപ്പറേറ്റ്ലി, അതായത് വിവിധ സൗണ്ടുകൾ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്യുന്നു. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം അതെല്ലാം കമ്പൈൻ ചെയ്യുന്നു. ഇത് പ്രൊഫഷണൽ മ്യൂസിക്കുകളിലും അല്ലെങ്കിൽ ഫിലിം പ്രൊഡക്ഷനിലൊക്കെ ഉപയോഗിക്കുന്ന രീതിയാണ്. ഇതാണ് മൾട്ടി ട്രാക്ക് റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ 3 തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, സൗണ്ട് റെക്കോർഡിങ്ങിനെ തരംതിരിക്കുന്നുണ്ട്. ഒന്നാമത്തെ മോണോ റെക്കോർഡിംഗ്, രണ്ടാമത്തെ സ്റ്റീരിയോ റെക്കോർഡിംഗ്, മൂന്നാമത്തത് മൾട്ടി ട്രാക്ക് റെക്കോർഡിംഗ്. ഇനി അടുത്തതായിട്ട് ടിപ്സ് ഫോർ ഗുഡ് സൗണ്ട് റെക്കോർഡിംഗ് എന്നുള്ളതാണ്. ഒരു നല്ലൊരു സൗണ്ട് റെക്കോർഡിംഗ് നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്നാമത്തെ ചൂസ് ദ റൈറ്റ് മൈക്രോഫോൺ. അതായത് നമ്മൾ ഏത് രീതിയിലാണ് സൗണ്ട് റെക്കോർഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചുള്ള മൈക്രോഫോൺസ് നമ്മൾ ആദ്യമായിട്ട് ചൂസ് ചെയ്യും. രണ്ടാമത്തെ റെഡ്യൂസ് ബാക്ക്ഗ്രൗണ്ട് നോയ്സുകൾ. അതായത് നമ്മൾ എൻവിറോൺമെന്റ് എങ്ങനെയാണ് എന്നുള്ളത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അതിന്റെ നോയ്സുകളെ റിഡക്ഷൻ ചെയ്യുന്ന ടൂൾസുകളും കാര്യങ്ങളും അതിനുവേണ്ടി ഉപയോഗിക്കുക. മെയിൻറ്റെയിൻ പ്രോപ്പർ ഡിസ്റ്റൻസ്. അതായത് നമ്മൾ മൈക്രോഫോൺസും കാര്യങ്ങളൊക്കെ തൊട്ടടുത്ത് തന്നെ വെക്കാതെ കുറച്ച് ഡിസ്റ്റൻസുമായിട്ട് നമ്മൾ കീപ്പ് ചെയ്യണം. എന്ന് വെച്ചാൽ ക്ലിയർ ആയിട്ടുള്ള വോയിസുകൾ ലഭിക്കുകയുള്ളൂ. പക്ഷെ വളരെ ടു ഫാർ ആയി കഴിഞ്ഞാൽ, വളരെ ദൂരത്തിലായി കഴിഞ്ഞാൽ ചിലപ്പോൾ അൺക്ലിയർഡ് ആയിട്ടുള്ള വോയിസുകളായിരിക്കും ലഭിക്കുക. അപ്പോൾ നമ്മൾ അത് പരമാവധി അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡിസ്റ്റൻസിൽ വേണം നമ്മൾ വെക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനി അടുത്തതായിട്ട് സൗണ്ട് എഡിറ്റിംഗ് എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ എടുക്കുന്നത്. സൗണ്ട് എഡിറ്റിംഗ് എന്ന് പറയുന്നത് സൗണ്ടുകൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് മോഡിഫൈ ചെയ്യുക, അതിൽ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ള രീതിയാണ് എന്തെന്ന് പറയുന്നത് സൗണ്ട് എഡിറ്റിംഗ്. ഇതിൽ പോളിഷ് ചെയ്യും, അല്ലെങ്കിൽ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സൗണ്ടിനെ പ്രൊഫഷണൽ ആക്കി മാറ്റുക എന്നുള്ള രീതിയാണ് സൗണ്ട് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. കോമൺ ആയിട്ടുള്ള സൗണ്ട് എഡിറ്റിംഗ് ടെക്നിക്സുകളാണ് ഒന്ന് ട്രിമ്മിങ് ആൻഡ് കട്ടിങ്. അതായത് അൺനെസസറി ആയിട്ടുള്ള പാർട്ടുകൾ ഓഡിയോസിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ട്രിമ്മിങ് ആൻഡ് കട്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമതാണ് നോയ്സ് റിഡക്ഷൻ എന്ന് പറയുന്നത്. അതായത് അൺവാണ്ടഡ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് നോയ്സുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പൊ ട്രാഫിക്കിന്റെ നോയ്സുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ആളുകൾ സംസാരിക്കുന്നതായിട്ടുള്ള നോയ്സുകൾ കാര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് പറയുന്നത് ആഡിങ് എഫക്റ്റുകളാണ്. എഫക്റ്റുകൾ ആഡ് ചെയ്യുക, അതായത് എക്കോ അല്ലെങ്കിൽ സ്പെഷ്യൽ ഫിൽറ്റേഴ്സ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുക. ഇപ്പോൾ ഒരു മഴയുടെ കുറിച്ചിട്ടാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ മഴയുടെ സൗണ്ടുകൾ ബാക്ക്ഗ്രൗണ്ടിൽ ആഡ് ചെയ്യുക. അടുത്ത ബാലൻസിങ് വോളിയം എന്നുള്ളതാണ്. അതായത് സ്പീച്ചുകൾ, മ്യൂസിക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംപ്രേഷണം ചെയ്യുന്ന സമയത്ത് അതിനനുസരിച്ച് എന്ത് ചെയ്യുക, അതിന്റെ ഇന്റൻസിറ്റി കൊടുക്കുക, അല്ലെങ്കിൽ എഫക്റ്റുകൾ നമ്മൾ ഓരോ മൂഡിനനുസരിച്ച് അതിനനുസരിച്ച് മാറ്റുക എന്നുള്ളതാണ് ബാലൻസിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള ഒരു സൗണ്ട് എഡിറ്റിംഗിന്റെ ടെക്നിക്സുകൾ എന്ന് പറയുന്നത്. ഒന്നാമത്തെ ട്രിമ്മിങ് ആൻഡ് കട്ടിങ്, പിന്നെ നോയ്സ് റിഡക്ഷൻ, മൂന്നാമത്തെ ആഡിങ് എഫക്റ്റ്, നാലാമത്തെ ബാലൻസിങ് വോളിയം. ഇനി അടുത്തതായിട്ട് പോപ്പുലർ സൗണ്ട് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ് ആണ്. ഒന്നാമത് ഒഡാസിറ്റി എന്ന് പറയും. അത് ഫ്രീ ആയിട്ടുള്ള യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബേസിക് എഡിറ്റിംഗ് നടത്താൻ കഴിയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. രണ്ടാമത് അഡോബ് ഓഡിഷൻ ആണ്. അത് പ്രൊഫഷണൽ സോഫ്റ്റ്വെയർ ആണ്. ഹൈ ക്വാളിറ്റി ഓഡിയോ പ്രൊഡക്ഷന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. അടുത്ത് പ്രോ ടൂൾസ് ആണ്. അത് സ്റ്റാൻഡേർഡ് സോഫ്റ്റ്വെയർ ആണ് പ്രോ ടൂൾസ് എന്ന് പറയുന്നത്. ഫിലിം അല്ലെങ്കിൽ ടെലിവിഷൻ ഷോസിന് വേണ്ടിയിട്ട്, മ്യൂസിക് സ്റ്റുഡിയോസിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ സൗണ്ട് എഡിറ്റിംഗ് എന്ന് പറയുന്ന റേഡിയോ പ്രൊഡക്ഷൻ ആയിക്കോട്ടെ, ഫിലിം മേക്കിംഗ് ആയിക്കോട്ടെ, പോഡ്കാസ്റ്റ്, TV, ബ്രോഡ്കാസ്റ്റിംഗ് തുടങ്ങിയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒന്നാണ് എന്തെന്ന് പറയുന്നത് സൗണ്ട് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സൗണ്ട് എഫക്റ്റുകളാണ്. സൗണ്ട് എഫക്റ്റിനെ SFX എന്ന് പറയുന്ന രീതിയിൽ വിളിക്കാം. നമുക്ക് ഒരു സൗണ്ടിന്റെ ഒരു പ്രൊഡക്ഷന്റെ സമയത്ത് നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സൗണ്ടുകൾ കൊടുക്കുക, അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആക്കുക എന്ന് പറയുന്ന ഡ്യൂട്ടിയാണ് സൗണ്ട് എഫക്റ്റുകൾക്ക് ഉള്ളത്. ഇനി ടൈപ്സ് ഓഫ് സൗണ്ട് എഫക്റ്റുകളാണ്. ഒന്ന് നാച്ചുറൽ സൗണ്ടുകളാണ്. അതായത് നമ്മൾ എൻവിറോൺമെന്റിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്ന സൗണ്ടുകളെയാണ് നാച്ചുറൽ സൗണ്ടുകൾ എന്ന് പറയാം. റെയിനിന്റെ, ബേർഡ്സുകളുടെ, സിറ്റിയുടെ നോയ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നാച്ചുറൽ സൗണ്ടുകൾ എന്ന് പറയുന്നത്. ആർട്ടിഫിഷ്യൽ സൗണ്ടുകളാണ് രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത്. ഡിജിറ്റൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന സൗണ്ടുകളെയാണ് ആർട്ടിഫിഷ്യൽ സൗണ്ടുകൾ. ഇപ്പൊ ഗൺ ഷോട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പ്ലോഷൻസ് നടക്കുകയാണ്, അല്ലെങ്കിൽ സയന്റിഫിക് എഫക്റ്റുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് ഉണ്ടാക്കാറുള്ളത്.
അടുത്ത ഫോളി സൗണ്ടുകളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനുവലി ക്രിയേറ്റ് ചെയ്യുന്ന സൗണ്ടുകൾ. ഇപ്പൊ നമ്മൾ ഫുഡ് സ്റ്റെപ്പുകൾ, നമ്മൾ നടക്കുമ്പോൾ നമ്മളുടെ സൗണ്ടുകൾ, അല്ലെങ്കിൽ ഡോർ ക്രീക്സ് അല്ലെങ്കിൽ ഡോർ അടയ്ക്കുന്ന സമയത്തുള്ള സൗണ്ടുകൾ തുടങ്ങിയുള്ള കാര്യങ്ങൾ ഒക്കെയാണ് എന്തെന്ന് പറയുന്നത് ഫോളി സൗണ്ടുകൾ എന്ന് പറയുന്നത്. ഇതൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഫിലിംസ് ആൻഡ് റേഡിയോ ഡ്രാമാസിലൊക്കെയാണ് കൂടുതലായിട്ടും ഫോളി സൗണ്ടുകളൊക്കെ എന്ത് ചെയ്യാറുള്ളത്, ഉപയോഗിക്കാറുള്ളത്. ഇനി അടുത്തതായിട്ട് ടെക്നിക്സ് ഫോർ യൂസിങ് സൗണ്ട് എഫക്ട്സ് എന്ന് പറയുന്ന ഭാഗമാണ്. അതായത് സൗണ്ട് എഫക്റ്റുകൾക്ക് നമ്മൾ എന്തൊക്കെ ടെക്നിക്കുകളാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് സ്പോട്ട് എഫക്റ്റുകളാണ്. അതായത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൽ റിയൽ ടൈം ആയിട്ട് തന്നെ അതിന് എഫക്റ്റുകൾ കൊടുക്കുക. അതായത് ഒരു ഡോർ നോക്ക് ചെയ്യുന്ന സൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ടേബിളിൽ മുട്ടുന്ന സൗണ്ട് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സൗണ്ട് കൊടുക്കുന്നുണ്ടല്ലോ, ഇപ്പൊ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ മേ ബി സൗണ്ട് കേൾക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സൗണ്ടുകൾ കൊടുക്കുക. രണ്ടാമത്തത് പ്രീ റെക്കോർഡിംഗ് എഫക്റ്റുകളാണ്. പ്രീ റെക്കോർഡിംഗ് എഫക്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ ലൈബ്രറീസിൽ, അതായത് ഗൂഗിളിൽ അല്ലെങ്കിൽ നമ്മൾ സൗണ്ടുകൾ ലഭിക്കുന്ന ഓരോ ആപ്പുകൾ അങ്ങനെയുള്ള പെയ്ഡ് ആയിട്ടുള്ള ആപ്പുകളൊക്കെ ഉണ്ടായിരിക്കും. അതിൽ ഡിജിറ്റൽ ആയിട്ടുള്ള സൗണ്ടുകൾ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അത് നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. അതാണ് പ്രീ റെക്കോർഡഡ് എഫക്റ്റുകൾ എന്ന് പറയുന്നത്. അടുത്തത് ലെയറിംഗ് എഫക്റ്റുകളാണ്. അതായത് മൾട്ടിപ്പിൾ സൗണ്ടുകൾ എന്ത് ചെയ്യുക, കൊടുക്കുക. അത് കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ട് ഇമ്മസീവ് ആയിട്ടുള്ള ഓഡിയോസിനൊക്കെ നൽകുന്നതിനാണ് ലെയറിംഗ് എഫക്റ്റുകൾ എന്ന് പറയുന്നത്. അതായത് ഒന്നിൽ കൂടുതൽ സൗണ്ട് എഫക്റ്റുകൾ നൽകിക്കൊണ്ട് ഒരു റിയൽ ലൈഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നൽകുക എന്നുള്ളതാണ്. അപ്പോൾ സൗണ്ട് എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ റേഡിയോ പ്രോഗ്രാംസ്, ഫിലിംസ് തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി അടുത്തത് ഓഡിയോ ബ്രോഡ്കാസ്റ്റിംഗ്, അനലോഗ് ആൻഡ് ഡിജിറ്റൽ എന്നുള്ളതാണ്. ഓഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ട്രാൻസ്മിറ്റിംഗ് സൗണ്ടുകളുടെ ഒരു പ്രോസസ് ആണ് എന്തെന്ന് പറയുന്നത്. ലാർജ് ഓഡിയൻസുമായിട്ട് നടത്തുന്ന റേഡിയോസിലൂടെ, ടെലിവിഷൻ അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലൂടെ ഒക്കെ നടത്തുന്ന ഒരു ബ്രോഡ്കാസ്റ്റിംഗ് രീതിയാണ് ഓഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. നമുക്ക് രണ്ടായിട്ട് അതിനെ തരംതിരിക്കാം, അനലോഗ് ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് ഡിജിറ്റൽ ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യമായിട്ട് അനലോഗ് ബ്രോഡ്കാസ്റ്റിംഗ് ആണ് പറയുന്നത്. അത് ട്രഡീഷണൽ ആയിട്ടുള്ള ഇപ്പോൾ FM, AM തുടങ്ങിയിട്ടുള്ള ഒരു ബ്രോഡ്കാസ്റ്റിംഗ് രീതിയാണ് അനലോഗ് ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. റേഡിയോ വേവുകൾ, റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സിഗ്നലുകൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന രീതിയാണ് അനലോഗ് ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ടതാണ് AM ഉം FM എന്ന് പറയുന്നത്. AM എന്ന് പറയുന്ന ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്നുള്ളതാണ്. AM ലോങ്ങർ ആയിട്ടുള്ള റേഞ്ചുകളിൽ നമുക്ക് ലഭിക്കും. പക്ഷെ സൗണ്ട് എന്ന് പറയുന്നത്, ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ ലോവർ ആയിരിക്കും. FM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി മോഡുലേഷൻ എന്നുള്ളതാണ്. ക്ലിയർ സൗണ്ടുകൾ ഉണ്ടായിരിക്കും, പക്ഷെ ഷോർട്ട് റേഞ്ചിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇതൊരു ട്രഡീഷണൽ റേഡിയോ സ്റ്റേഷൻസ് ആണ് അനലോഗ് ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് കൂടുതലായിട്ടും ഉള്ളത് ഡിജിറ്റൽ ബ്രോഡ്കാസ്റ്റിംഗ് ആണ്, മോഡേൺ ടെക്നോളജി ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. അതായത് ഡിജിറ്റൽ സിഗ്നൽസുകൾ ഉപയോഗിച്ചുകൊണ്ട് റിസൾട്ടിങ് എ ക്ലിയർ ആൻഡ് ഹൈ ക്വാളിറ്റി ഓഡിയോ, അതായത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി ഓഡിയോസുകൾ നൽകുന്നതാണ് ഏതെന്ന് പറയുന്നത് ഡിജിറ്റൽ ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് ആണ് DAB, ഡിജിറ്റൽ ഓഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്നത് മോഡേൺ റേഡിയോ സ്റ്റേഷൻസിലായിട്ട് ഉപയോഗിക്കാറുണ്ട്. പോഡ്കാസ്റ്റ്, ഓൺലൈൻ സ്ട്രീമിംഗ്, അതായത് സ്പോട്ടിഫൈ, യൂട്യൂബ്, ആപ്പിൾ പോഡ്കാസ്റ്റ് തുടങ്ങിയുള്ള രീതികളിൽ നമുക്ക് ഉപയോഗിക്കാം. സാറ്റലൈറ്റ് റേഡിയോസ്, അതായത് ഗ്ലോബൽ കവറേജുകൾ, ലോകത്ത് എവിടെ നിന്നുകൊണ്ടും സാറ്റലൈറ്റ് വഴി നമുക്ക് റേഡിയോസ് ലഭ്യമാവുന്നു. ഇതൊക്കെ ഡിജിറ്റൽ ബ്രോഡ്കാസ്റ്റിംഗ്സിൽ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അപ്പൊ ഡിജിറ്റൽ ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്നത് വളരെ വൈഡ് ആയിട്ട് ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്നുണ്ട്. കാരണം എന്ന് പറയുന്നത് ബെറ്റർ ക്വാളിറ്റി ഉണ്ടായിരിക്കും. ആൻഡ് ആക്സസിബിലിറ്റി എന്ന് പറയുന്നത് വെരി ഹൈ ആണ്. കാരണം നമുക്ക് ഇന്റർനെറ്റും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, തയ്യാറാക്കാം, അല്ലെങ്കിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇതുവരെ നമ്മൾ നോക്കിയ ഓഡിയോന്റെ കാര്യങ്ങളാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ പ്രൊഡക്ഷൻ ടൂൾസ് ആൻഡ് ടെക്നിക്സ് എന്നുള്ളതാണ്. വീഡിയോ പ്രൊഡക്ഷന്റെ പ്രോസസ്സുകൾ എന്ന് പറയുന്നത് നമ്മൾ ഒരു വിഷ്വൽ കണ്ടന്റുകൾ, അതായത് ടെലിവിഷന് വേണ്ടി, ഫിലിംസിന് വേണ്ടിയിട്ട്, ഓൺലൈൻ വീഡിയോസ്, അഡ്വർടൈസ്മെന്റ് തുടങ്ങിയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വീഡിയോ പ്രൊഡക്ഷൻസ് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. ഇതിന് ഉപയോഗിക്കുന്ന ടൂളുകൾ ക്യാമറ, ലൈറ്റ്സ്, സൗണ്ട് റെക്കോർഡേഴ്സ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്. ടെക്നിക്സുകൾ എന്ന് പറയുന്നത് സ്റ്റോറി ബോർഡിങ്, ഷോർട്ട് കോമ്പോസിഷൻസ്, ഫ്രെയിമിങ്, ലൈറ്റിംഗ് തുടങ്ങിയുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹൈ ക്വാളിറ്റി വീഡിയോസ് ലഭിക്കുകയുള്ളൂ. അതിന്റെ കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ വീഡിയോ പ്രൊഡക്ഷൻ ടൂളുകളാണ്. അതായത് ടൂൾസ്, എക്യുപ്മെന്റ്സുകൾ ഏതെല്ലാം രീതിയിലാണ് വീഡിയോ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ ടൂളാണ് ക്യാമറ എന്ന് പറയുന്നത്. ക്യാമറ എന്ന് പറയുന്ന ഒരു വീഡിയോ പ്രൊഡക്ഷന് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. വിഷ്വലുകളെ ക്യാപ്ചർ ചെയ്യുന്ന ഫിലിം മേക്കേഴ്സിന്, ഒരു സ്റ്റോറി പറയുന്നതിന് വേണ്ടിയിട്ട് വിഷ്വലുകൾ ക്യാപ്ചർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ക്യാമറാസ് കൂടുതലായി എല്ലാ സമയത്തും നമ്മൾ ഉപയോഗിക്കുന്നത്.
ടൈപ്സ് ഓഫ് ക്യാമറാസ് എന്ന് പറയുന്നത് DSLR അല്ലെങ്കിൽ മിറർലെസ് ക്യാമറാസ് എന്നുള്ളതാണ്. ഒരു പ്രൊഫഷണൽ വീഡിയോ റെക്കോർഡിങ്ങിന് അല്ലെങ്കിൽ ഫിലിം മേക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് DSLR അല്ലെങ്കിൽ മിറർലെസ് ക്യാമറാസ് എന്ന് പറയുന്നത്. രണ്ടാമത് സിനിമ ക്യാമറാസ് എന്ന് പറയുന്നുണ്ട്. അതായത് ഹൈ എൻഡഡ് ക്യാമറാസ് ആയിരിക്കും. അതായത് മൂവീസ് ആൻഡ് TV ഷോസ് ഒക്കെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട്. ക്യാം റെക്കോർഡേഴ്സ് ഉണ്ട്. അതായത് ഹാൻഡ്ലി ഫോർ ന്യൂസ് റിപ്പോർട്ടിംഗ് ആൻഡ് ലൈവ് ഇവന്റ്സ്. അതായത് ന്യൂസ് റിപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് ലൈവ് ഇവന്റ്സുകളൊക്കെ ക്യാപ്ചർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ക്യാമറകളാണ് ക്യാം കോഡേഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് സ്മാർട്ട് ഫോൺ ക്യാമറാസ്. നമ്മളുടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മൊബൈൽ ക്യാമറാസ് ആണ് എന്തെന്ന് പറയുന്നത് സ്മാർട്ട് ഫോൺ ക്യാമറാസ് എന്ന് പറയുന്നത്. കോണ്ടന്റ് ക്രിയേഷൻസിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ആക്ഷൻ ക്യാമറാസ്, GoPro അതാണ് എക്സാമ്പിൾ. വളരെ സ്മാൾ ആയിരിക്കും, ഡ്യൂറബിൾ ക്യാമറാസ് ആയിരിക്കും. സ്പോർട്സിന് വേണ്ടിയിട്ട് അഡ്വഞ്ചർ വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗിക്കാം. രണ്ടാമത്തെ ഒരു ടെക്നിക്സ് ആണ് എന്തെന്ന് പറയുന്നത് ലൈറ്റ്സ് എന്ന് പറയുന്ന ലൈറ്റുകൾ എന്ന് പറയുന്നത് ഒരു വീഡിയോന്റെ മൂഡ്, അതിന്റെ വിസിബിലിറ്റി, അതിന്റെ ക്വാളിറ്റി ഒക്കെ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സഹായിക്കുന്ന ഒന്നാണ് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. വളരെ പുവർ ആയിട്ടുള്ള ലൈറ്റിംഗ് വീഡിയോ വളരെ ഡള്ളായിട്ട് നമ്മളെ തോന്നിപ്പിക്കും. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ടൂളാണ് എന്തെന്ന് പറയുന്നത് ലൈറ്റ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ ടൈപ്സ് ഓഫ് ലൈറ്റുകളാണ്. ഒന്നാമത്തെ കീ ലൈറ്റ് എന്നുള്ളതാണ്. കീ ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെയിൻ ലൈറ്റ് ആയിരിക്കും. അതായത് ഒരു സബ്ജക്റ്റിന്റെ മുന്നിൽ നിന്നും കൊടുക്കുന്ന ലൈറ്റുകളെയാണ് കീ ലൈറ്റ് എന്ന് പറയാം. രണ്ടാമത്തെ ഫിൽ ലൈറ്റ് ആണ്. ഫിൽ ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീ ലൈറ്റ് നൽകി കഴിഞ്ഞതിന് ശേഷം ബാക്കിൽ ഷാഡോസ് വരാനുള്ള ചാൻസുകൾ കൂടുതലാണ്. ആ ഷാഡോസുകൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടി നൽകുന്ന ലൈറ്റുകളെയാണ് ഫിൽ ലൈറ്റുകൾ എന്ന് പറയാം. അടുത്ത ബാക്ക് ലൈറ്റ് ആണ്. ബാക്ക് ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റിന്റെ ആരെയാണ് ഷൂട്ട് ചെയ്യുന്നത് അയാളുടെ ബാക്കിൽ വെക്കുന്ന ലൈറ്റുകളെയാണ് ബാക്ക് ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെപ്ത്, ഒരു സബ്ജക്റ്റിനെ കൂടുതൽ ഡെപ്ത് ആയിട്ട് നമുക്ക് കാണാൻ അതിലൂടെ സാധിക്കും. അടുത്ത് സോഫ്റ്റ് ബോക്സ് ലൈറ്റുകളാണ്. അതായത് വളരെ സോഫ്റ്റ് ആയിട്ട് ലൈറ്റിംഗ് ആയിട്ടുള്ള, അത് മീൻസ് വളരെ മിനിമൽ ആയിട്ട് കാണുന്ന ലൈറ്റുകളാണ്. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ ഈ ഫോട്ടോസ് ഒക്കെ എടുക്കുന്ന സമയത്ത്, സ്റ്റുഡിയോ പോയി ഫോട്ടോസ് ഒക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് സോഫ്റ്റ് ബോക്സ് ലൈറ്റുകൾ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇന്റർവ്യൂസിനൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. അടുത്ത റിംഗ് ലൈറ്റ് ആണ്. റിംഗ് ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ വീഡിയോസിനൊക്കെ ഉപയോഗിക്കുന്ന സാധാ റൗണ്ട് ഷേപ്പിലുള്ള ലൈറ്റുകളെയാണ് എന്തെന്ന് വിളിക്കുക, റിംഗ് ലൈറ്റുകൾ എന്ന് വിളിക്കുക. അപ്പൊ ഇത്തരത്തിലുള്ള ലൈറ്റുകളാണ് ഒരു വീഡിയോ പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കാറുള്ളത്. അടുത്ത സൗണ്ട് റെക്കോർഡേഴ്സ് എന്നുള്ളതാണ്. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഓഡിയോ ഇതിന്റെ സമയത്ത്. അതായത് സൗണ്ടുകൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹൈ ക്വാളിറ്റി ഡയലോഗ്സുകളും അതിനു വേണ്ടിയുള്ള ഓഡിയോസ് ഒക്കെ, വോയിസ് കവറിങ്, ബാക്ക്ഗ്രൗണ്ട് സൗണ്ടുകളൊക്കെ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് സൗണ്ട് റെക്കോർഡേഴ്സ് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ലാവലിയർ മൈക്രോഫോൺസുകൾ, ഷോർട്ട് ഗൺ മൈക്രോഫോൺസുകൾ, ഹാൻഡിൽഡ് റെക്കോർഡേഴ്സ്, ബൂം മൈക്രോഫോൺസുകളൊക്കെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നില്ല. ഇനി അടുത്തതായിട്ട് ഇതുവരെ നമ്മൾ ടൂൾസിനെ കുറിച്ച് പഠിച്ചു. ഇനി അടുത്തത് വീഡിയോ പ്രൊഡക്ഷൻ ടെക്നിക്സുകളാണ്. വീഡിയോ പ്രൊഡക്ഷൻ ടെക്നിക്സുകളിൽ എന്തൊക്കെ ടെക്നിക്കുകളാണ് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ആദ്യത്തെ ഒന്നാണ് സ്റ്റോറി ബോർഡിംഗ് എന്ന് പറയും. സ്റ്റോറി ബോർഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടിയുള്ള വിഷ്വൽ കണ്ടന്റുകൾ നൽകുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത് സ്റ്റോറി ബോർഡിംഗ് എന്ന് പറയുന്നത്. അതായത് ഓരോ വീഡിയോ അതിന്റെ സീനുകൾ കൃത്യമായിട്ട് ഓരോ സീനുകളും ചിത്രം വരച്ചുകൊണ്ട് സ്കെച്ച് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ അത് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് എന്ന് വരയ്ക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് സ്റ്റോറി ബോർഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റോറി ബോർഡിംഗ് എന്ന് പറയുന്നത് അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ ആംഗിൾസ്, നമുക്ക് മൂവ്മെന്റ് ഏതൊക്കെ രീതിയിലാണ് ക്യാമറാസ് മൂവ്മെന്റ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിങ്ങിന് വേണ്ടിയിട്ട്, അതായത് ഏതൊക്കെ ഷോട്ടുകളാണ് നമ്മൾ തരംതിരിക്കേണ്ടത് എന്നുള്ളത്, ഏതൊക്കെ ഷോട്ടുകളാണ് നമ്മൾ എടുക്കേണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് മാത്രമല്ല ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടൈമും നമ്മുടെ എഫേർട്ടുകളൊക്കെ നമ്മൾ സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ സ്റ്റോറി ബോർഡിങ് നമ്മളെ സഹായിക്കും. അടുത്തൊരു ടെക്നിക്കാണ് ഷോർട്ട് കോമ്പോസിഷൻസ് എന്ന് പറയുന്നത്. അതായത് ലോങ് ഷോട്ട് ആണോ, മിഡ് ഷോട്ട് ആണോ, ക്ലോസപ്പ് ഷോട്ടുകളാണോ എന്ന് തീരുമാനിക്കുന്ന രീതിയാണ് എന്ത് പറയുന്നത് ഷോർട്ട് കോമ്പോസിഷൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു സബ്ജക്റ്റ് ഒരു ഫ്രെയിമിൽ നിൽക്കുകയാണെന്ന് കരുതുക. ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു വ്യക്തി ഒരു ഫ്രെയിമിൽ നിൽക്കുകയാണ്. അപ്പോൾ ഏതൊക്കെ രീതിയിലുള്ള ഷോട്ടുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഒരു സ്റ്റോറി ടെല്ലിംഗ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ഡെപ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ഷോട്ടുകൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് ഷോർട്ട് കോമ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ലോങ് ഷോട്ട് ഉണ്ടാവും, മിഡ് ഷോട്ട് ഉണ്ടായിരിക്കും, ക്ലോസ് അപ്പ് ഉണ്ടായിരിക്കും. ഇതൊക്കെ എന്താണ് എന്നുള്ളത് നമ്മൾ നോക്കണം. അപ്പൊ ടൈപ്സ് ഓഫ് ഷോട്ടുകളാണ്. ഒന്ന് ലോങ് ഷോട്ട്, അതായത് സബ്ജക്റ്റ് വളരെ ഡിസ്റ്റൻസ് ആയിട്ട് കാണുന്നതാണ് എന്തെന്ന് പറയുന്നത് ലോങ് ഷോട്ട് എന്ന് പറയുന്നത്. ഇതിന് വൈഡ് ഷോട്ട് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പറയാം. അപ്പോ ബാക്ക്ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ സറൗണ്ടിങ്സിൽ അയാളുടെ ചുറ്റുപാടും എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഈ വൈഡ് ഷോട്ടിലൂടെ അല്ലെങ്കിൽ ലോങ് ഷോട്ടിലൂടെ മനസ്സിലാക്കാം.
രണ്ടാമത്തെ ഷോട്ടാണ് മിഡ് ഷോട്ട് എന്ന് പറയും, മീഡിയം ഷോട്ട് എന്ന് പറയാം. അപ്പോൾ സബ്ജക്റ്റ് കുറച്ചും കൂടി എന്തുണ്ടായിരിക്കും, എടുത്തായിരിക്കും. ഇത് കൂടുതലായി ഉപയോഗിക്കുന്നത് ഇന്റർവ്യൂസും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാറുണ്ട്. അടുത്ത ക്ലോസപ്പ് ഷോട്ട് ആണ്. ക്ലോസപ്പ് ഷോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിങ്ങൾ കാണുന്ന സമയത്ത്, നിങ്ങൾ ടെലിവിഷൻ അല്ലെങ്കിൽ സിനിമകളൊക്കെ കാണുന്ന സമയത്ത് ആ സ്ക്രീനിൽ നിറച്ചും അയാളുടെ ഫേസ് ആയിട്ട് നിങ്ങൾ കാണാറുണ്ടായിരിക്കും. അതാണ് ക്ലോസപ്പ് ഷോട്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തില് ഒരു സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെയാണ് നിങ്ങൾ ഷോട്ടുകൾ വെക്കാൻ പോകുന്നത്, അത് എത്രത്തോളമാണ് സ്റ്റോറി ടെല്ലിങ്ങിന്റെ ഡെപ്ത് ആയിട്ട് പറയാൻ സാധിക്കുക, അത്തരത്തിൽ ഷോട്ടുകൾ ഉപയോഗപ്പെടുത്തുക എന്ന് പറയുന്ന രീതിയാണ് എന്തെന്ന് പറയുന്നത് ഷോർട്ട് കോമ്പോസിഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഫ്രെയിമിംഗ്, റൂൾ ഓഫ് തേർഡ് എന്നുള്ളതാണ്. അപ്പൊ താഴെ അവിടെ ഒരു ഇമേജ് നൽകിയിട്ടുണ്ടായിരിക്കും. ആ ഇമേജിൽ 9 കോളങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ടായിരിക്കും. ഇതാണ് റൂൾ ഓഫ് തേർഡ് എന്ന് പറയുന്നത്. അതായത് ഫ്രെയിമിംഗ് എന്ന് പറയുന്നത്, നിങ്ങൾ ഫോണിലൊക്കെ ഗ്രിഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ റൂൾ ഓഫ് തേർഡ് എന്ന് പറയുന്ന ഓപ്ഷൻസ് തന്നെ ഉണ്ടായിരിക്കും. ഈ ഒരു കാര്യം ഉപയോഗിക്കുന്നത് നമ്മളുടെ ഒരു ഫ്രെയിമിന് 9 ഈക്വൽ ആയിട്ടുള്ള സെക്ഷൻസ് ആയിട്ട് തരം തിരിച്ചുകൊണ്ട് അതിന് ബാലൻസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, ഓരോ സബ്ജക്റ്റിനെയും പ്ലേസ് ചെയ്യുക, അതിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് റൂൾ ഓഫ് തേർഡ് എന്ന് പറയുന്നത്. അപ്പൊ റൂൾ ഓഫ് തേർഡ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സെന്ററിൽ ഉപയോഗിക്കുകയാണെന്ന് കരുതുക, അല്ലെങ്കിൽ സൈഡിൽ ഉപയോഗിക്കുകയാണെന്ന് കരുതുക, കുറച്ചും കൂടി വിഷ്വൽസ് കൂടുതലും ഭംഗിയാക്കിയിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ബെറ്റർ ഫോക്കസുകൾ കൊടുക്കാൻ സാധിക്കും. നാച്ചുറൽ ആയിട്ടുള്ള മൂവ്മെന്റുകൾ, ഫ്രെയിമുകളൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള മൂവ്മെന്റുകൾ നടത്താൻ വേണ്ടി ഇത് നമ്മൾ സഹായിക്കും. ഇത് കൂടുതലായിട്ട് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന മൂവീസ്, ഫോട്ടോഗ്രാഫി, ന്യൂസ് ഇന്റർവ്യൂസ് തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങൾക്കും റൂൾ ഓഫ് തേർഡ് ഉപയോഗിക്കാറുണ്ട്. ഇനി അടുത്തതായിട്ട് ലൈറ്റിംഗ് ആണ്. 3 point ലൈറ്റിംഗ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ലൈറ്റിംഗ് എന്താണെന്നുള്ളത്. വീണ്ടും അത് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. അതായത് ലൈറ്റിംഗ് എന്ന് പറയുന്നത് ഫിലിം മേക്കിംഗ്, ഇന്റർവ്യൂസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ നൽകുന്ന ഒന്നാണ് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. പ്രോപ്പർ ആയിട്ടുള്ള എക്സ്പോഷർ, ഡെപ്ത്, മൂഡൊക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലൈറ്റിംഗ് ഉപയോഗിക്കുന്നത്. 3 point ലൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീ ലൈറ്റ്, ഫിൽ ലൈറ്റ്, ബാക്ക് ലൈറ്റ് തുടങ്ങിയുള്ള കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത് 3 point ലൈറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കീ ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റിംഗ് രീതിയാണ്. ഫിൽ ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാഡോസ് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കീ ലൈറ്റ് ഒരു സബ്ജക്റ്റിന് ഫ്രണ്ട് നിന്നായിരിക്കും കൊടുക്കുക. ബാക്ക് ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്, അതായത് ബാക്ക് നിന്നാണ് അയാളുടെ കൊടുക്കുക. ഓക്കെ, ഇനി അടുത്തൊരു ഇമേജ് ഉണ്ട്. ഈ ഇമേജ് കാണുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. 3 point ലൈറ്റിംഗ്, ഇപ്പൊ ഒരു സബ്ജക്റ്റ് നിൽക്കുന്നു, അതിന് ഫ്രണ്ടിലായിട്ട് ക്യാമറ വെച്ചിട്ടുണ്ട്, കീ ലൈറ്റ് കൊടുക്കുന്നുണ്ട്, ഫിൽ ലൈറ്റ് കൊടുക്കുന്നുണ്ട്, ബാക്ക് ലൈറ്റ് കൊടുക്കുന്നുണ്ട്. ഈ 3 ലൈറ്റുകളും കൊടുക്കുന്നതോട് കൂടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഷാഡോസ് ഇല്ലാതാവുകയും കൂടുതലായിട്ട് സബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യും. ഓക്കെ, ഇനി അടുത്തൊരു രീതിയാണ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. എഡിറ്റിംഗ്, അതിന്റെ നീഡ്, പ്രോസസ്സ്, ടൂൾസുകൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. എഡിറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുക, അറേഞ്ച് ചെയ്യുക, റിഫൈനിങ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള പ്രോസസ്സ് ചെയ്യുന്ന രീതിയാണ്. ഒരു വീഡിയോസിനെ ഫൈനൽ പോളിഷ് ചെയ്യുന്ന രീതിയാണ് എന്തെന്ന് പറയുന്നത് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഇതൊരു എസെൻഷ്യൽ ആയിട്ടുള്ള സ്റ്റെപ്പാണ് ഒരു വീഡിയോ പ്രൊഡക്ഷന്റെ. അപ്പോൾ സ്മൂത്ത് ആയിട്ടുള്ള ട്രാൻസിഷൻസ് കൊടുക്കുക, ക്ലിയർ സ്റ്റോറി ടെല്ലിങ്, പ്രൊഫഷണൽ ക്വാളിറ്റി ഒക്കെ വരുത്തുന്നത് എഡിറ്റിംഗ് സെഷനിലൂടെ ആയിരിക്കും. ഒന്നാമത് നീഡ് ഫോർ എഡിറ്റിംഗ്. എന്തിനു വേണ്ടി നമ്മൾ എഡിറ്റ് ചെയ്യുന്നു? എഡിറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത് വളരെ നെസസറി ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം റോ ഫൂട്ടേജ് ആയിരിക്കും, റോ ഓഡിയോസ് ആയിരിക്കും നമ്മൾ തയ്യാറാക്കുന്നത്. അതായത് ഓരോ സ്ഥലങ്ങളിൽ നിന്ന് കുറെ ഷൂട്ട് ചെയ്ത് വെച്ചുള്ള വിഷ്വൽസ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കും. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സോഫ്റ്റ്വെയറിൽ ഇട്ടുകൊണ്ട് അതിന്റെ മിസ്റ്റേക്സുകളൊക്കെ ഇല്ലാതാക്കി, അൺനെസസറി ആയിട്ടുള്ള കണ്ടന്റുകൾ ഒഴിവാക്കിക്കൊണ്ട്, റഫ് ആയിട്ടുള്ള ട്രാൻസിഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഒരു സ്മൂത്ത് ആയിട്ടുള്ള രീതിയിൽ മാറ്റുന്ന പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എഡിറ്റിംഗ് എന്ന് പറയുന്നത് ഒരു വീഡിയോ പ്രൊഡക്ഷന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് എന്തൊക്കെ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എഡിറ്റിംഗ് നടത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ഒന്നാമത്തത് ഇംപ്രൂവ് സ്റ്റോറി ടെല്ലിംഗ്. ഒരു സ്റ്റോറി ടെല്ലിംഗ് കുറച്ചും കൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ലോജിക്കൽ ഓർഡർ, നമ്മൾ പല സ്ഥലങ്ങളായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുള്ള സീനുകൾ ഉണ്ടായിരിക്കും. അതൊക്കെ ലോജിക്കലായിട്ട് ഓരോ 1 by 1 ആയിട്ട് ക്ലിയർ ആയിട്ട് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും. രണ്ടാമത്തെ റിമൂവ്സ് അൺവാണ്ടഡ് ഫൂട്ടേജുകൾ. നമ്മൾ മിസ്റ്റേക്കുകൾ വരുത്തിയിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിരിക്കും. ലോങ് ആയിട്ട് പോസ് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അതായത് കുറേ സമയം ഒരേമാതിരി നിൽക്കുന്ന വിഷ്വൽസ് ഉണ്ടായിരിക്കും. അതൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാം. റിപ്പീറ്റഡ് ആയിട്ടുള്ള ഷോട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാം. അതാണ് റിമൂവ് അൺവാണ്ടഡ് ഫൂട്ടേജുകൾ എന്ന് പറയുന്നത്. അടുത്തത് എൻഹാൻസസ് വിഷ്വൽ ആൻഡ് ക്വാളിറ്റി ഓഡിയോ എന്നുള്ളതാണ്. അതായത് വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ അതിന്റെ ബ്രൈറ്റ്നെസ്സുകൾ,
വിഷ്വലിന്റെ ബ്രൈറ്റ്നസ്സുകൾ കൂട്ടാം, കോൺട്രാസ്റ്റുകൾ, കളറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക, ഓഡിയോ ലെവൽസുകൾ അഡ്ജസ്റ്റ് ചെയ്യുക, ബാക്ക്ഗ്രൗണ്ട് നോയ്സുകൾ ഇല്ലാതാക്കാം, ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം. അടുത്തത് ആഡ്സ്, ട്രാൻസിഷൻസ് ആൻഡ് എഫക്റ്റുകൾ, അല്ലെങ്കിൽ ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്ലോ മോഷൻസ്, ടെക്സ്റ്റ് ഓവർലേസ്, ആനിമേഷൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും. അടുത്ത് അലൈൻസ് വിത്ത് ദ റിക്വയർഡ് ടൈം ഡ്യൂറേഷൻ. അതായത് ഇപ്പൊ ടെലിവിഷൻ ആഡ് എന്ന് പറയുന്നത് 30 സെക്കൻഡുകളാണ്. ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ എന്ത് ചെയ്തു, റീൽസ് ഇടുന്നു, അല്ലെങ്കിൽ നമ്മൾ ഷോർട്സ് ഇടുന്നു, ഇതിനൊക്കെ 30 സെക്കൻഡ് 60 സെക്കൻഡ് ഒക്കെയാണ് സമയം വരുന്നത്. ആ സമയത്തിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്തുകൊണ്ട് ട്രിം ചെയ്തുകൊണ്ട് മാറ്റിയെടുക്കാൻ നമ്മളെ സഹായിക്കും. അതാണ് അലൈൻസ് വിത്ത് ദ റിക്വയർഡ് ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് എഡിറ്റിങ്ങിന്റെ പ്രോസസ് ആണ്. ഈ എഡിറ്റിങ്ങിന്റെ പ്രോസസ്സ് ഞാൻ ഇപ്പൊ ഇതിലൂടെ പറഞ്ഞു തരികയാണെന്നുണ്ടെങ്കിൽ തപാലിലൂടെ നീന്താൻ പഠിപ്പിക്കുന്ന രീതി ആയിരിക്കും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഇതിന്റെ ഒരു സ്ട്രക്ചർ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ഇമ്പോർട്ടിങ് ആൻഡ് ഓർഗനൈസിങ് ഫയൽസ് എന്നുള്ളതാണ്. അതായത് വീഡിയോസ് ഉണ്ടായിരിക്കും, ഓഡിയോസ് ഉണ്ടായിരിക്കും, ഇതൊക്കെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലോട്ട് അപ്ലോഡ് ചെയ്യുക എന്ന് പറയുന്നതാണ് എന്ത് ചെയ്യുക, ഫസ്റ്റത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് റഫ് കട്ട് ആണ്. അതായത് ബേസിക് എഡിറ്റിംഗ് നടത്തുക. അതായത് അൺനെസസറി ആയിട്ടുള്ള ഫൂട്ടേജുകളൊക്കെ റിമൂവ് ചെയ്യുക, അതുപോലെ തന്നെ ഒരു സ്ട്രക്ചർ ആക്കി മാറ്റുക, സീനുകളൊക്കെ കറക്റ്റ് ഓർഡറിലാക്കിയിട്ട് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത്. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് ഫൈൻ കട്ട് ആണ്. അതായത് ഡീറ്റെയിൽഡ് എഡിറ്റിംഗ് എന്ന് പറയും. അതായത് ട്രാൻസിഷൻസ്, എഫക്റ്റുകൾ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുക, അതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തുക. അതായത് സ്മൂത്ത് ആയിട്ടുള്ള സീനുകൾ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഓരോ സീനുകൾ വളരെ സ്മൂത്ത് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ്മെന്റുകൾ കാര്യങ്ങളൊക്കെ നടത്തുക എന്നുള്ളതാണ് ഫൈൻ കട്ട് അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് കളർ കറക്ഷൻ ആൻഡ് സൗണ്ട് മിക്സിംഗ് എന്നുള്ളതാണ്. അതായത് ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റുകളൊക്കെ അതൊക്കെ കളർ കറക്ഷൻ ചെയ്യുക, അതുപോലെ തന്നെ ഓഡിയോ ലെവൽസുകളൊക്കെ കൂട്ടുക എന്നുള്ള വോളിയം, അതിന്റെ ചേഞ്ചുകൾ, അതുപോലെ തന്നെ പെട്ടെന്ന് ഓഡിയോസിന്റെ അതായത് ഹൈ ആയിട്ട് ഓഡിയോ കൂടി വരികയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ബാലൻസ് ചെയ്യുക തുടങ്ങിയ സ്റ്റേജുകളാണ് സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത്. അടുത്ത സ്റ്റെപ്പ് 5 ആണ് എക്സ്പോർട്ടിംഗ് ദ ഫൈനൽ ഫയൽ എന്നുള്ളതാണ്. അതായത് നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ചുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യുക, എക്സ്പോർട്ട് ചെയ്യുക. അത് MP4, MOV തുടങ്ങിയിട്ടുള്ള ഏത് ഫോർമാറ്റിലും വേണമെങ്കിലും ആവാം. പക്ഷെ യൂട്യൂബ്, ടെലിവിഷൻ, TV, സോഷ്യൽ മീഡിയ അതിൻ്റെ ഒക്കെ റേഷ്യോസ് എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, എക്സ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തത് എഡിറ്റിംഗ് ടൂൾസുകളാണ്. നമ്മൾ ഏതൊക്കെ എഡിറ്റിംഗ് ടൂൾസുകളാണ് ഉപയോഗിക്കാറുള്ളത്? വീഡിയോ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ടും ഓഡിയോ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ടും ഡിഫറെന്റ് ടൂൾസുകൾ ഉപയോഗിക്കാറുണ്ട്. ഒന്നാമത്തെ ഫൈനൽ കട്ട് പ്രോ FCP എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. ഇത് പ്രൊഫഷണൽ ഫിലിം മേക്കേഴ്സ് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ടിവിയിലൊക്കെ ഷോസ് ഒക്കെ എഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ് ഫൈനൽ കട്ട് പ്രോ. ഇത് മാക് യൂസേഴ്സ് ആണ്. ആപ്പിൾ, അതായത് മാക്കിന്റെ കമ്പ്യൂട്ടറിലൊക്കെ മാത്രം കിട്ടുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കളർ ഗ്രേഡിങ്ങിനും മോഷൻ ഗ്രാഫിക്സിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ്. രണ്ടാമത് അഡോബി പ്രീമിയർ പ്രോ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. അഡോബിയുടെ സോഫ്റ്റ്വെയർ ആണ്. പ്രൊഫഷണൽസും ബിഗിനേഴ്സിനും ഒക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന, ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന സോഫ്റ്റ്വെയർ ആണ്. മൾട്ടി ക്യാമറ എഡിറ്റിംഗ്, മോഷൻ ട്രാക്കിംഗ്, അതുപോലെ തന്നെ സ്പെഷ്യൽ എഫക്റ്റുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ്. വിൻഡോസിലും അതുപോലെ തന്നെ മാക്കിലൊക്കെ ഒരുപോലെ സപ്പോർട്ട് ചെയ്യുന്ന, വർക്ക് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണത്. അടുത്തത് ക്യാപ് കട്ട് ആണ്. ക്യാപ് കട്ട് എന്ന് പറയുന്ന എല്ലാവർക്കും അറിയുന്ന സോഫ്റ്റ്വെയർ ആണ്. യൂസർ ഫ്രണ്ട്ലി ആണ്. അതുപോലെ തന്നെ ബിഗിനേഴ്സിനൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന സോഫ്റ്റ്വെയർ ആണ് ക്യാപ് കട്ട് എന്ന് പറയുന്നത്. AI പവേർഡ് എഫക്റ്റുകളും ടെക്സ്റ്റ് ആനിമേഷൻസ്, ട്രാൻസിഷൻസ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണത്. അതുപോലെ തന്നെ മൊബൈലിലും ഡെസ്ക്ടോപ്പിലും ഒക്കെ അവൈലബിൾ ആണ്. അത് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാം, മൊബൈലിൽ ഉപയോഗിക്കാൻ കഴിയുന്ന സോഫ്റ്റ്വെയർ ആണ്. അടുത്ത VN വീഡിയോ എഡിറ്റർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. ഫ്രീ ആൻഡ് ഈസി ടു യൂസ് ആണ്. അതായത് പ്രീസെറ്റ് എഫക്റ്റുകളും കാര്യങ്ങളൊക്കെ ഇതിലുണ്ടായിരിക്കും, VN സോഫ്റ്റ്വെയറിൽ ഉണ്ടായിരിക്കും. യൂട്യൂബേഴ്സും ബ്ലോഗേഴ്സും ഒക്കെ കൂടുതലായിട്ടും ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. PC-യിലും മാക്കിലും മൊബൈൽ ഡിവൈസിലും ഒക്കെ ഇത് അവൈലബിൾ ആണ്. ഇനി അടുത്തതായിട്ട് ഓഡിയോ എഡിറ്റിംഗ് ടൂൾസുകളാണ്. ഓഡിയോ എഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ആദ്യത്തെ ടൂൾ എന്ന് പറയുന്നത് അഡോബ് ഓഡിഷൻ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. അഡോബിയുടെ തന്നെ ഒരു സോഫ്റ്റ്വെയർ ആണിത്. ഓഡിയോ മിക്സിങ്ങിന്, നോയ്സ് റിഡക്ഷന്, സൗണ്ട് എഫക്റ്റുകൾ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. റേഡിയോ പ്രൊഡക്ഷൻ, പോഡ്കാസ്റ്റ്, ഫിലിം സൗണ്ട് ട്രാക്കുകളൊക്കെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗപ്പെടുത്താറുണ്ട്. അടുത്ത് അഡോബി പോഡ്കാസ്റ്റ് ആണ്. നമ്മൾ പോഡ്കാസ്റ്റുകൾ, അതായത് AI പവേർഡ് ആയിട്ടുള്ള ടൂൾസുകളൊക്കെ ഉണ്ട്. അതായത് വോയിസ് ക്ലാരിറ്റി കൂട്ടുക, ബാക്ക്ഗ്രൗണ്ട് നോയ്സ് റിമൂവ് ചെയ്യുക തുടങ്ങിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ വോയിസ് റെക്കോർഡിങ്ങിന്, പോഡ്കാസ്റ്റ്, ഇന്റർവ്യൂസ് ഒക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ട് വളരെ ബെസ്റ്റ് ആണ് ഈ അഡോബി പോഡ്കാസ്റ്റ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. അടുത്തത് ഓൺ എയർ പെർഫോമൻസ് സ്കിൽ ഫോർ റേഡിയോ. അതായത് നമ്മൾ ലൈവായിട്ട് റേഡിയോയിൽ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ സ്കില്ലുകളാണ് അത്യാവശ്യമായിട്ട് വേണ്ടത് എന്നുള്ള ഭാഗമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്,
പറയാൻ പോകുന്നത്. അപ്പോൾ റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്ന യൂണീക്ക് ആയിട്ടുള്ള മീഡിയം ആണ്. അത് വോയിസിലൂടെ നമ്മൾ ആണ് പ്രധാനമായിട്ടും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതിൽ വിഷ്വൽസ് ഇല്ല. അതുകൊണ്ട് റേഡിയോ പ്രസന്റർ അല്ലെങ്കിൽ RJ, റേഡിയോ ജോക്കി എന്ന് പറയുന്ന ആള്, അല്ലെങ്കിൽ ന്യൂസ് റീഡർ, വാർത്തകൾ വായിക്കുന്ന ആള്, ഇവരൊക്കെ എന്ത് ചെയ്യണം, വോയിസുകൾ വളരെ എഫക്റ്റീവ് ആയിട്ട് എന്ത് ചെയ്യണം, എൻഗേജ് ചെയ്യുന്ന രീതിയിലായിരിക്കണം ആളുകളോട് സംസാരിക്കേണ്ടത്. അതുപോലെ തന്നെ വളരെ ക്ലിയർലി നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് സംസാരിക്കണം, കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കണം. അതുപോലെ തന്നെ വളരെ എൻഗേജിങ് മാനറോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സംസാരിക്കണം. എന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ആളുകളോട് ഒരു കൃത്യമായിട്ട് ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ എന്തെല്ലാം കീ സ്കില്ലുകളാണ് വേണ്ടത് എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമതായിട്ട് നമുക്ക് വേണ്ടത്, ആദ്യമായിട്ട് നമ്മളൊരു സ്കില്ലായിട്ട് നമുക്ക് വേണ്ടത് വോയിസ് മോഡുലേഷൻ ആണ്. വോയിസ് മോഡുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ തീമിനനുസരിച്ചും നമ്മളുടെ പിച്ചുകൾ ചേഞ്ച് ചെയ്യുക, ടോണ് ചേഞ്ച് ചെയ്യുക, സ്പീഡ് ചേഞ്ച് ചെയ്യുക, വോളിയംസ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഓരോ കാര്യങ്ങൾക്ക് അനുസരിച്ചിട്ട്, ഇപ്പോൾ വളരെ എന്റർടൈൻമെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്തും ഒരു സീരിയസ് ആയിട്ടുള്ള ന്യൂസ് വായിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഡിബേറ്റ് നടക്കുന്ന സമയത്ത് ഒക്കെ വോയിസിന്റെ പിച്ചുകൾ ചേഞ്ച് ചെയ്യേണ്ടി വരും. ടോണ്, സ്പീഡ്, വോളിയം തുടങ്ങിയ കാര്യങ്ങളൊക്കെ മാറ്റേണ്ടി വരും. ഇതിനെയാണ് വോയിസ് മോഡുലേഷൻസ് എന്ന് പറയുക. അപ്പോൾ റൈറ്റ് ഇമോഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ഓഡിയൻസിലോട്ട് നൽകണം എന്നുണ്ടെങ്കിൽ വോയിസ് മോഡുലേഷൻസ് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതിനനുസരിച്ച് എനർജിയും കൂടി വേണം. ഓക്കെ, എന്തുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിസണേഴ്സിന്റെ അറ്റൻഷൻ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കും. ഇമോഷൻസ് അത് കൺവേ ചെയ്യുന്നതിന് വേണ്ടി നമ്മളെ സഹായിക്കും. കമ്മ്യൂണിക്കേഷൻസ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമ്മളെ സഹായിക്കും ഏത് വോയിസ് മോഡുലേഷൻ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ക്ലാരിറ്റി ആൻഡ് പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാരിറ്റി, അതായത് നമ്മളെ എല്ലാ വേർഡുകളും ഈസിലി അണ്ടർസ്റ്റുഡ് ആയിരിക്കണം. അതായത് എല്ലാ വാക്കുകളും, നമ്മൾ പറയുന്ന എല്ലാ വാക്കുകളും വളരെ പെട്ടെന്ന് തന്നെ ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം നമ്മൾ പറയേണ്ടത്. അപ്പൊ പ്രൊനൗൺസിയേഷൻസും കാര്യങ്ങളൊക്കെ ഒരു കൺഫ്യൂഷൻസും കൂടാതെ നമ്മൾ എന്ത് ചെയ്യണം, പറയണം. അപ്പൊ ക്ലിയർ വോയിസ് ഉപയോഗിക്കുക, അതുപോലെ തന്നെ മെയിൻറ്റെയിനിങ് ക്രെഡിബിലിറ്റി ഉപയോഗിക്കുക. അപ്പൊ പ്രോപ്പർ പ്രൊനൗൺസിയേഷൻസ്, ക്രെഡിബിലിറ്റി ഉണ്ടായിരിക്കും. മിസ് പ്രൊനൗൺസിങ്, അതായത് നമ്മൾ തെറ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് മിസ് കമ്മ്യൂണിക്കേഷൻസിലോട്ടൊക്കെ നയിക്കുന്നതായിരിക്കും. അടുത്തത് പേസ് ആൻഡ് റിതം ഓഫ് സ്പീക്കിംഗ് എന്നുള്ളതാണ്. അതായത് നമ്മൾ ഫാസ്റ്റ് ആയിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിലും സ്ലോ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിലും അത് ചിലപ്പോൾ കൂടുതൽ സ്പീഡിൽ പറയണമെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ വളരെ സ്ലോ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് ബോറടിക്കുകയും ചെയ്യും. അപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള ഫാസ്റ്റ് ആയിട്ടും സ്ലോ ആയിട്ടും നമ്മൾ കാര്യങ്ങൾ സംസാരിക്കാം. അതാണ് പേസ് ആൻഡ് റിതം ഓഫ് സ്പീക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അത് എന്തുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രോഗ്രാമിന്റെ അല്ലെങ്കിൽ ആളുകൾക്ക് മനസ്സിലാവുമ്പോൾ അത് കൃത്യമായിട്ട് ഈസിലി അണ്ടർസ്റ്റുഡ് ആയിരിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ലിസണേഴ്സിന് വളരെ ഹാർഡ് ആയിട്ടായിരിക്കും അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ടു സ്ലോ ആണെന്നുണ്ടെങ്കിൽ ലിസണേഴ്സിന് എന്ത് ചെയ്യും, ഇൻട്രസ്റ്റുകൾ ഇല്ലാതാവും. അപ്പോൾ നമ്മൾ പ്രോഗ്രാമിനനുസരിച്ചിട്ടായിരിക്കണം, അതിന്റെ പ്രോഗ്രാമിന്റെ ടോൺ അനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ റിതം എല്ലാ സമയത്തും എന്ത് ചെയ്യേണ്ടത്, സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്തതായിട്ട് പറയുന്നത് ബ്രീത്തിങ് കൺട്രോൾ എന്നുള്ളതാണ്. ബ്രീത്തിങ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്മൂത്ത് ആയിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ബ്രീത്ത് എടുക്കുമല്ലോ, ശ്വാസം എടുക്കുമല്ലോ, ആ ശ്വാസം എടുക്കുന്ന ഔട്ട് ചെയ്യുന്നത് നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പഠിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ചില സെന്റൻസുകളൊക്കെ പറയുന്ന സമയത്ത് വളരെ സ്പീഡ് ഈ പറയുന്ന സമയത്തൊക്കെ അതിന്റെ ഇടയ്ക്ക് നമ്മൾ ശ്വാസം വലിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ബ്രീത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഓക്വേർഡ് ആയിട്ട്, വളരെ ഒരു മോശമായിട്ട് ചിലപ്പോൾ തോന്നാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് വോയിസ് ബ്രീത്ത് ചെയ്യാൻ കാര്യങ്ങൾക്കൊക്കെ പഠിക്കുക. അത് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോങ് സെന്റൻസുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബ്രീത്ത്ലെസ് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. നമുക്ക് കുറച്ച് വലിയ സെന്റൻസുകളാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ശ്വാസം ഒന്നും എടുക്കാതെ വളരെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. വോയിസിനെ സ്ട്രെയിൻ കൊടുക്കാതെ നമുക്ക് പറയാൻ സാധിക്കും. പ്രോപ്പർ ആയിട്ടുള്ള പൗസുകൾ നൽകി കഴിഞ്ഞാൽ അത് സ്പീക്കിങ്ങിനെ അത് കുറച്ചും കൂടി എൻഹാൻസ് ചെയ്യും. അതായത് ഓരോ വാക്കുകളും അല്ലെങ്കിൽ ഓരോ സെന്റൻസുകളും കഴിഞ്ഞിട്ട് കൃത്യമായിട്ടുള്ള ഗ്യാപ്പ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രീത്ത് ചെയ്യാനുള്ള എന്ത് കിട്ടും, ഒരു ഗ്യാപ്പ് നമുക്ക് ഇതിലൂടെ ലഭിക്കും. അടുത്തത് എക്സ്പ്രസീവ്നെസ് ആൻഡ് ഇമോഷൻ ഇൻ വോയിസ് എന്നുള്ളതാണ്. അതായത് വാക്കുകളിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഇമോഷൻസും കാര്യങ്ങളൊക്കെ കൺവേ ചെയ്യുക എന്നുള്ളതാണ്.
നമ്മൾ വെറൈറ്റി ടോണിലൂടെ വ്യത്യസ്തമായിട്ടുള്ള ടോണുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇമോഷൻസ് ഒക്കെ വോയിസിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പോ ഒരു ഡള്ളായിട്ടുള്ള ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു വോയിസ് ആണെന്ന് കരുതുക. അതായത് വളരെ ലോസ്റ്റ് ആയിട്ട് വളരെ ക്ഷീണിതനായിട്ട് സംസാരിക്കുകയാണെന്ന് കരുതുക. അപ്പൊ കണ്ടന്റുകൾ ഇൻട്രസ്റ്റിംഗ് ആണ് എന്നുണ്ടെങ്കിൽ സൗണ്ടുകൾ ബോറായി കഴിഞ്ഞാൽ ആളുകൾക്ക് കേൾക്കാനുള്ള താല്പര്യങ്ങൾ കുറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു കണ്ടന്റിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പ്രസ് ചെയ്തിട്ട് കാര്യങ്ങൾ സംസാരിക്കണം. അപ്പോൾ നമ്മൾ സ്റ്റോറി ടെല്ലിങ്ങിന് വേണ്ടി ഇന്റർവ്യൂസ്, എന്റർടൈൻമെന്റ് പ്രോഗ്രാംസിനൊക്കെ വേണ്ടിയിട്ട് ഇത് നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ കുറച്ചും കൂടി പേഴ്സണൽ ആയിട്ട് എൻഗേജ്മെന്റ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആളുകളെ സഹായിക്കും. അതുപോലെ തന്നെ ലിസണേഴ്സിനെ വളരെ ഇമോഷണലി കണക്ട് ചെയ്യുന്നതിനും നമ്മളെ ഇത് സഹായിക്കുന്നതായിരിക്കും. അടുത്തത് സ്ക്രിപ്റ്റ് റീഡിംഗ് ആൻഡ് ഇംപ്രവൈസേഷൻ എന്നുള്ളതാണ്. ആദ്യമായിട്ട് നമ്മൾ പറയുന്ന സ്ക്രിപ്റ്റ് റീഡിംഗ് എന്നുള്ളതാണ്. അതായത് നമ്മൾ ഓൾറെഡി റേഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഓരോ സ്ക്രിപ്റ്റുകൾ തിരക്കഥ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അത് എന്ത് ചെയ്യുക, റിട്ടൺ സ്ക്രിപ്റ്റുകൾ നാച്ചുറലായിട്ട് റീഡ് ചെയ്തുകൊണ്ട് ഓഡിയൻസിലോട്ട് ഡെലിവർ ചെയ്യിപ്പിക്കുക, എത്തിക്കുക എന്നുള്ളതാണ് സ്ക്രിപ്റ്റ് റീഡിംഗ് എന്ന് പറയുന്നത്. ഇംപ്രവൈസേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മീൻസ് പെട്ടെന്ന് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു കാര്യത്തിൽ പുതിയ ചേഞ്ചുകൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇംപ്രവൈസേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ലൈവ് ആയിട്ടുള്ള ഷോസ്, ഇന്റർവ്യൂസ് ഒക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ കയ്യിൽ നിന്ന് ഓരോ കാര്യങ്ങൾ പുതുതായിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിലിടാറുണ്ട്, അല്ലെങ്കിൽ പുതിയ മാറ്റങ്ങൾ എന്തെങ്കിലും കൊണ്ടുവരും. അതിനെയാണ് ഇംപ്രവൈസേഷൻസ് എന്ന് പറയും. ഓക്കെ, എന്താ ചെയ്യുക, ഒരു സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ പെരുമാറുക, അതാണ് ഇംപ്രവൈസേഷൻസ് എന്ന് പറയുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സ്മൂത്ത് ആയിട്ട് ഫ്ലോ ചെയ്യാൻ, ഒരു ബ്രോഡ്കാസ്റ്റിംഗ് വളരെ സ്മൂത്ത് ആയിട്ട് ഫ്ലോ ചെയ്യാൻ നമ്മളെ സഹായിക്കും. അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ടെക്നിക്കൽ ഇഷ്യൂസ് വരുന്നു, അല്ലെങ്കിൽ ഗസ്റ്റുകൾ ഡിലേ ആവുന്നു, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും. അടുത്തത് ഓഡിയൻസ് ഇന്ററാക്ഷൻസ് എന്നുള്ളതാണ്. ഓഡിയൻസ് ഇന്ററാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കാളിൻ പ്രോഗ്രാമുകൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ എന്തെങ്കിലും ലൈവ് ഷോ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഓഡിയൻസിന് എന്ത് ചെയ്യാം, ഫോം വിളിക്കാം, അതിൽ സംസാരിക്കാം. എന്തെങ്കിലും കോണ്ടസ്റ്റുകൾ നടക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടന്റുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും കോണ്ടസ്റ്റുകൾ നടക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ, അല്ലെങ്കിൽ ലൈവ് മെസ്സേജുകൾ തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിലൂടെയൊക്കെ ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ പറ്റും. ഇപ്പോൾ ശ്രീകണ്ഠൻ നായർ അല്ലെങ്കിൽ 24 ചാനൽ അല്ലെങ്കിൽ റിപ്പോർട്ടർ ചാനൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവരൊക്കെ മോർണിംഗ് ഷോസ് അവതരിപ്പിക്കുകയാണെന്ന് കരുതുക. ഈ മോർണിംഗ് ഷോസിലൊക്കെ ഫേസ്ബുക്കിൽ വരുന്ന കമന്റുകൾ, ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന കമന്റുകളൊക്കെ ഇവർ റീഡ് ചെയ്യാറുണ്ട്. ഇതാണ് ഓഡിയൻസ് ഇന്ററാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ലിസണേഴ്സിന് അല്ലെങ്കിൽ കേൾക്കുന്ന ആളുകൾക്ക് അവരും ആ പ്രോഗ്രാമിൽ ഇൻവോൾവ്ഡ് ആണ് എന്നുള്ള തോന്നലുകൾ വരും. അതുപോലെ തന്നെ RJ അല്ലെങ്കിൽ ഓഡിയൻസ്, ആർജയും ഓഡിയൻസും തമ്മിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള കണക്ഷൻ ഉണ്ടാക്കുന്നതിന് ഇതിലൂടെ സഹായിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മൾ ഒരു ഓൺ എയർ പ്രോഗ്രാംസിന് വേണ്ടിയുള്ള സ്കില്ലുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ലൈവ് റേഡിയോ പ്രോഗ്രാംസ്, വാട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് എക്സാമ്പിൾസ് എന്ന് പറയുന്ന ഭാഗമാണ്. എന്താണ് ഒരു ലൈവ് റേഡിയോ പ്രോഗ്രാം എന്ന് പറയുന്നത്? ഒരു ലൈവ് റേഡിയോ പ്രോഗ്രാം എന്ന് പറയുന്നത് റിയൽ ടൈം ആയിട്ട്, അതായത് എപ്പോഴാണ് നടക്കുന്നത് അപ്പോൾ തന്നെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന ഷോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ലൈവ് റെക്കോർഡിംഗ് എന്ന്, ലൈവ് പ്രോഗ്രാം എന്ന് പറയുന്നത്. വിത്തൗട്ട് പ്രീ റെക്കോർഡിംഗ് ആയിരിക്കും. അതുപോലെ തന്നെ കണ്ടന്റുകൾ ഡയറക്ട്ലി ഓഡിയൻസിലോട്ട് എത്തുകയായിരിക്കും. ഇതിപ്പോ നിങ്ങൾ ഒരു ലൈവ് ടെലിവിഷൻ പ്രോഗ്രാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്, സെയിം ആണ്. അതുപോലെ തന്നെ കോമൺ ആയിട്ടുള്ള ലൈവ് റേഡിയോ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസ് ബുള്ളറ്റിൻസ് ഉണ്ടായിരിക്കും, ടോക്ക് ഷോസ് ഉണ്ടായിരിക്കും, ഫോൺ ഇൻ ഷോസ് ഉണ്ട്, അതുപോലെ തന്നെ ലൈവ് സ്പോർട്സ് കമന്ററി തുടങ്ങിയ കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത് കോമൺ ലൈവ് റേഡിയോ പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. ഒന്ന് റിയൽ ടൈം ഡെലിവറി ആയിരിക്കും. റിയൽ ടൈം ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ് പരിപാടി നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്, മീൻസ് എപ്പോഴാണ് നമ്മൾ സംസാരിക്കുന്നത് പറയുന്നത് ആ സമയത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, കേൾക്കുന്നു എന്നുള്ളതാണ്. കോണ്ടന്റ് ഈസ് ബ്രോഡ്കാസ്റ്റഡ് ഇൻസ്റ്റന്റ്ലി വിത്തൗട്ട് എഡിറ്റിംഗ്, അതായത് എഡിറ്റിങ്ങുകൾ കാര്യങ്ങളൊന്നും നടക്കാതെ ഇൻസ്റ്റന്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ അത് ബ്രോഡ്കാസ്റ്റ് ചെയ്യപ്പെടുന്നു. അപ്പൊ ഇതിന് റിക്വയർ ആയിട്ട് വരുന്നത് ക്വിക്ക് തിങ്കിങ് വേണം, അതായത് പെട്ടെന്ന് തിങ്ക് ചെയ്യാനുള്ള, അതുപോലെ തന്നെ അഡാപ്റ്റബിലിറ്റി വേണം, അതായത് പെട്ടെന്ന് എന്തെങ്കിലും മാറ്റങ്ങൾ, എന്തെങ്കിലും ചേഞ്ചുകൾ വരികയാണെന്നുണ്ടെങ്കിൽ അത് അഡാപ്റ്റ് ചെയ്യാനുള്ള എന്ത് വേണം, കഴിവുകളും കാര്യങ്ങളൊക്കെ വേണം. ഓക്കെ, രണ്ടാമതായിട്ട് വേണ്ടതാണ് ഇമ്മീഡിയറ്റ് ഓഡിയൻസ് ഇന്ററാക്ഷൻസ് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിസണേഴ്സ്, ഇപ്പോൾ ഉദാഹരണത്തിന് ലിസണേഴ്സ് കോളിംഗ് പ്രോഗ്രാം നടക്കാം, മെസ്സേജുകൾ സെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും കോൺടെസ്റ്റുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, ഇവരുമായിട്ട് എന്ത് ചെയ്യാം, ഇന്ററാക്ഷൻസും കാര്യങ്ങളൊക്കെ നടത്തണം. അപ്പോൾ നമ്മൾ അവരുമായിട്ട് സ്ട്രോങ് കണക്ഷൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, വെക്കുന്നു. ആ എക്സാമ്പിൾ ആണ്, ഒരു മോർണിംഗ് ഷോ നടക്കുകയാണ്, അപ്പൊ RJ എന്ത് ചെയ്യുന്നു, ലിസണേഴ്സ് അവർ വാട്സപ്പ് മെസ്സേജ് അയച്ചത് റീഡ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സാമ്പിൾ ആക്കി എഴുതാം.
അടുത്ത മൂന്നാമത്താണ് നോ റൂം ഫോർ എറേഴ്സ് എന്ന് പറയുന്നത്. അതായത് എറേഴ്സ് വരാൻ പാടില്ല, തെറ്റുകൾ വരാൻ പാടില്ല ലൈവില്. അപ്പോ മിസ്റ്റേക്സുകൾ നമുക്ക് ഒരിക്കലും എഡിറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, പ്രസന്റേഴ്സ് അല്ലെങ്കിൽ റേഡിയോ ആർജ് കെയർഫുൾ ആയിരിക്കണം, പ്രൊഫഷണൽ ആയിരിക്കണം. അപ്പോൾ ഇതിന് റിക്വയർ ആയിട്ട് വരുന്നത് ക്വിക്ക് പ്രോബ്ലം സോൾവിങ് സ്കില്ലുകളാണ്. അതായത് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വരികയാണെന്നുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാനുള്ള സ്കില്ലുകൾ നമുക്ക് അത്യാവശ്യമായിട്ട് വേണം. ഓക്കെ, അതിന്റെ എക്സാമ്പിൾ ആണ് ഒരു ആർജ് എന്ത് ചെയ്യുന്നു, ഗസ്റ്റിന്റെ പേര് മറക്കുന്നു. ആ പേര് മറക്കുന്ന സമയത്ത് വളരെ സ്മൂത്ത് ആയിട്ട് ആ പേര് ഓർത്തെടുക്കുന്നു എന്നുള്ളത് നമുക്ക് എക്സാമ്പിൾ ആക്കി എഴുതാം. അടുത്തത് അൺപ്രഡിക്റ്റബിലിറ്റി ആൻഡ് എക്സൈറ്റ്മെന്റ് എന്നുള്ളതാണ്. അതായത് നമുക്ക് ഒരിക്കലും പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല. എനിത്തിങ് ക്യാൻ ഹാപ്പൻ, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ടെക്നിക്കൽ ഇഷ്യൂസ് സംഭവിക്കാം, അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഗസ്റ്റ് കമന്റുകൾ വരാം, അല്ലെങ്കിൽ ബ്രേക്കിംഗ് ന്യൂസുകൾ വരാം. ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കാം. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ബിഹേവ് ചെയ്യാൻ പഠിക്കണം. അതായത് വളരെ കാമായി കൊണ്ട് പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അടുത്തതാണ് എക്സാമ്പിൾസ് ഓഫ് ലൈവ് ടി വി പ്രോഗ്രാംസ്. ലൈവ് ടി വി പ്രോഗ്രാംസിന്റെ എക്സാമ്പിൾസ് ആണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ എക്സാമ്പിൾസ് ആണ്, സോറി ഇതിൽ ഇങ്ങനെ വെക്കുന്നതിന്റെ മീൻസ് ടേബിൾ ആക്കുന്ന സമയത്ത് ജസ്റ്റ് ആയിട്ട് അതിന്റെ ലേഔട്ട് ഒന്ന് മാറിപ്പോയിട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് പ്രോഗ്രാം ടൈപ്പും എക്സാമ്പിൾസ് ആണ്. ഒന്നാമത്തെ ന്യൂസ് ബുള്ളറ്റിന് എക്സാമ്പിൾസ് ആണ് ഏതെന്ന് പറയുന്നത് BBC റേഡിയോ ന്യൂസുകൾ അല്ലെങ്കിൽ AIR ന്യൂസുകൾ, അതായത് ആൾ ഇന്ത്യ റേഡിയോ എന്നുള്ളതാണ് എയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. രണ്ടാമത്തെ ടോക്ക് ഷോ ആണ്. ടോക്ക് ഷോസിലെ എക്സാമ്പിൾസ് ആണ് NPR's ആൾ തിങ് കൺസിഡേർഡ് എന്ന് പറയുന്ന പ്രോഗ്രാം. ഓക്കെ, അടുത്ത ലൈവ് സ്പോർട്സ് കമന്ററി ആണ്. ESPN റേഡിയോ അതിന് എക്സാമ്പിൾ ആണ്. അതിൽ ക്രിക്കറ്റിന് ഫുട്ബോളിന്റെയും ഒക്കെ കമന്ററീസ് നൽകാറുണ്ട്. അടുത്ത ഫോണിംഗ് ഷോ ആണ്. അതായത് നമ്മൾ കോള് വിളിച്ചുകൊണ്ടുള്ള ഷോസ് ആണ്. റേഡിയോ മിർച്ചി, അത് ഒരു റേഡിയോ സ്റ്റേഷനാണ്. അതിന്റെ ഹായ് മുംബൈ എന്ന് പറയുന്ന ഷോ എക്സാമ്പിൾ ആണ്. അടുത്ത മ്യൂസിക് റിക്വസ്റ്റ് ഷോ, അതായത് നമ്മൾ ഏതെങ്കിലും പാട്ടുകൾ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഷോസ് ആണ്. റെഡ് FM മോർണിംഗ് നമ്പർ 1 എന്ന് പറയുന്ന ഷോ അതിന് എക്സാമ്പിൾസ് ആണ്. ഇനി അടുത്തതായിട്ട് പെർഫോമൻസ് സ്കിൽ ഫോർ ടെലിവിഷൻ ആൻഡ് ലൈവ് പ്രോഗ്രാംസ്. അതായത് ഒരു ടെലിവിഷന് വേണ്ടിയിട്ട് ലൈവ് പ്രോഗ്രാംസിന് വേണ്ടിയിട്ടുള്ള സ്കില്ലുകൾ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളതാണ്. ടെലിവിഷൻ എന്ന് പറയുന്ന വിഷ്വൽ മീഡിയ ആണ്. പ്രധാനമായിട്ടും ബോഡി ലാംഗ്വേജുകൾ, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, വോയിസ് മോഡുലേഷൻസ്, ഇതൊക്കെയാണ് ഇതിന്റെ കീ റോൾ എന്ന് പറയുന്നത്. ഓഡിയൻസുമായിട്ട് എൻഗേജ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള കീ റോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ന്യൂസിന്റെ ആങ്കർ ആയിക്കോട്ടെ, TV ഹോസ്റ്റ് ചെയ്യുന്ന ആളുകളായിക്കോട്ടെ, ആക്ടേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്പോർട്സിന്റെ പ്രസന്റേഴ്സ് ആയിക്കോട്ടെ, ഇവരൊക്കെ ഓൺ സ്ക്രീൻ പെർഫോമൻസ് നൽകുന്ന ആളുകളാണ്. അപ്പൊ എന്തൊക്കെ സ്കില്ലുകളാണ് നമുക്ക് വേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റത്തെ സ്കില്ല് എന്ന് പറയുന്നത് ബോഡി ലാംഗ്വേജ് ആൻഡ് പോസ്ചർ എന്നുള്ളതാണ്. ബോഡി ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഗസ്റ്റേഴ്സ് അല്ലെങ്കിൽ പോസ്ചർ അല്ലെങ്കിൽ മൂവ്മെന്റ്, നമ്മൾ നിൽക്കുന്നു, നടക്കുന്നു, നമ്മൾ പ്രസന്റ് ചെയ്യുന്ന രീതി, അതാണ് ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ബോഡി ലാംഗ്വേജിലൂടെ നമ്മുടെ ഇമോഷൻസ് കൺവേ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ മെസ്സേജുകൾ വളരെ എഫക്റ്റീവ് ആയിട്ട് സ്ക്രീനിലൂടെ എത്തിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഒരു പ്രസന്റർക്ക് അവിടെ കൃത്യമായിട്ടും എന്താണ് ഷോ, അതിനനുസരിച്ചുള്ള ലുക്കുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അതുപോലെ തന്നെ കോൺഫിഡന്റ് ആയിരിക്കണം, കൺട്രോൾഡ് ആയിട്ടുള്ള പോസ്റ്റർ ആയിരിക്കണം നമ്മൾ നൽകേണ്ടത്. അതായത് നമ്മൾ വളരെ നിയന്ത്രിതമായിട്ടുള്ള ഒരു ലുക്കാണ് നമ്മൾ എല്ലാ സമയത്തും നമ്മൾ കാണിക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടന്റ് ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടെലിവിഷൻ ഒരു വിഷ്വൽ മീഡിയ ആണ്. അപ്പോൾ ബോഡി ലാംഗ്വേജുകൾ ആ കോണ്ടന്റുമായിട്ട് നമ്മൾ എന്ത് പരിപാടിയാണ് അവതരിപ്പിക്കുന്നത് അതുമായിട്ട് മാച്ച് ചെയ്യുന്നതായിരിക്കണം. അതുപോലെ തന്നെ സ്ട്രോങ് പ്രസൻസ് നൽകണം. അതായത് ഓഡിയൻസുമായിട്ട് ഒരു കണക്ടിവിറ്റി എല്ലാ സമയത്തും നമ്മൾ ഉണ്ടാക്കണം. അതുപോലെ തന്നെ നമ്മൾ വളരെ പുവർ ആയിട്ടുള്ള പോസ്ചറാണ് അല്ലെങ്കിൽ എക്സസീവ് ആയിട്ടുള്ള മൂവ്മെന്റുകളാണ് നടത്തുന്നത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ലിസണേഴ്സ് ഡിസ്ട്രാക്ട് ചെയ്യപ്പെടും, അല്ലെങ്കിൽ അൺപ്രൊഫഷണൽ ആണ് ഇതെന്ന് തോന്നിപ്പോകും. അതിന്റെ എക്സാമ്പിൾസ് ആണ് അവിടെ പറയുന്നത്. അത് ഞാൻ നേരത്തെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഒരു ന്യൂസ് ആങ്കറിങ് ചെയ്യുന്ന ആളാണെന്ന് കരുതുക. ആ ന്യൂസ് ആങ്കറിങ് ചെയ്യുന്ന ആള് അദ്ദേഹത്തിന്റെ ഡ്രസ്സിങ് സ്റ്റൈല് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ കോട്ട് അതുപോലെ തന്നെയുള്ള വളരെ ഫോർമൽ ആയിട്ടുള്ള ലുക്കുകളായിരിക്കും ഇട്ടിട്ടുണ്ടായിരിക്കുക, അല്ലെങ്കിൽ അവർ ധരിച്ചിട്ടുണ്ടായിരിക്കുക. ഗെയിം ഷോസ് നടത്തുന്ന ഹോസ്റ്റിംഗ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ഓപ്പൺ ഗസ്റ്റേഴ്സ്, ഹാൻഡ് മൂവ്മെന്റ് ഒക്കെ വെച്ചിട്ട് എക്സൈറ്റ്മെന്റുകളൊക്കെ വെച്ചിട്ടായിരിക്കും സംസാരിക്കുക. അല്ലെങ്കിൽ ന്യൂസ് ആങ്കറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ക്യാമറയിൽ നോക്കിക്കൊണ്ട് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുക. രണ്ടും തമ്മിലുള്ള ഡിഫറൻസുകൾ ഉണ്ടായിരിക്കും. ഇനി അടുത്തത് ഫേഷ്യൽ എക്സ്പ്രഷൻസ് എന്നുള്ളതാണ്. ഫേഷ്യൽ എക്സ്പ്രഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇമോഷൻസ്, റിയാക്ഷൻസ് ഒക്കെ കൺവേ ചെയ്യിപ്പിക്കുക. അതായത് നമ്മുടെ മുഖത്ത് നമ്മൾ ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ നമ്മളെ മുഖത്ത് സന്തോഷം തെളിയണം, സാഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മളെ മുഖത്ത് അത്തരത്തിലുള്ള ഇമോഷൻസ് വരണം, തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഓക്കെ, എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റോറി ടെല്ലിങ്ങിന്റെ സമയത്ത് ഓഡിയൻസുമായിട്ടുള്ള എൻഗേജ്മെന്റ് കൃത്യമായിട്ട്
കൂട്ടുന്നതിന് വേണ്ടി, എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടി ഇത് സഹായിക്കും. അതുപോലെ തന്നെ വ്യൂവേഴ്സ്, കാണുന്ന ആളുകൾക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, അവരുമായിട്ട് കണക്ട് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കുറച്ചുകൂടി ഡെപ്ത് ആയിട്ടുള്ള റിയലിസം, അതായത് റിയൽ ഇമോഷൻസ് ആണ് എന്നുള്ളത് നമുക്ക് തോന്നിക്കാൻ ഫേഷ്യൽ എക്സ്പ്രഷൻസിലൂടെ സാധിക്കും. എക്സാമ്പിൾസ്, ന്യൂസ് ആങ്കർ എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് നൽകാറുണ്ട്, നാച്ചുറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ന്യൂട്രൽ ആയിട്ടുള്ള എക്സ്പ്രഷൻസ് നൽകാറുണ്ട്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകൾക്ക്. പക്ഷെ ഒരു ടെലിവിഷൻ ഹോസ്റ്റ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ വളരെ സ്മൈൽ ആയിട്ടുള്ള എൻതൂസിയാസം വളരെ കൊടുത്തുകൊണ്ട്, വളരെ ഇപ്പോൾ ഉദാഹരണത്തിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാർ മാജിക് എന്ന് പറയുന്ന പരിപാടി അവതരിപ്പിക്കുന്ന ലക്ഷ്മി എന്ന് പറയുന്ന ആങ്കർ, ഓക്കെ, അതുപോലെ തന്നെ അരുൺകുമാർ എന്ന് പറയുന്ന ന്യൂസ് ആങ്കർ, ഇവർ രണ്ടാളും അവതരിപ്പിക്കുന്ന രീതി എന്ന് പറയുന്ന ഇവരുടെ ഇമോഷൻസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. അടുത്തത് ഐ കോണ്ടാക്ട് ആൻഡ് ക്യാമറ അവയർനെസ് എന്നുള്ളതാണ്. ഐ കോണ്ടാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സമയത്തും നമ്മളെ ക്യാമറയിലേക്ക് നോക്കി സംസാരിക്കണം എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിരുന്നാലേ ഓഡിയൻസുമായിട്ട് നമ്മൾ സംസാരിക്കുന്നുള്ളൂ എന്ന് പറയുന്ന തോന്നൽ വരുള്ളൂ. അതായത് ഓഡിയൻസിനോടാണ് ഇത് സംസാരിക്കുന്നത് എന്ന് പറയുന്ന തോന്നൽ വരുള്ളൂ. അപ്പോൾ നമുക്ക് ഓഡിയൻസുമായിട്ട് ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യുന്നതിന് നമ്മളെ സഹായിക്കും. നമ്മളുടെ പ്രൊഫഷണലിസം, നമ്മൾ കോൺഫിഡൻസ് കൂട്ടുന്നതിന് സഹായിക്കും. അതുപോലെ തന്നെ നമ്മൾ പ്രസന്റർ ഒരു ക്യാമറയിൽ നോക്കിയിട്ട് ഐ കോണ്ടാക്ട് കൊടുക്കാതെയാണ് സംസാരിക്കുന്നതെന്നുണ്ടെങ്കിൽ അവർ ഡിസ്ട്രാക്റ്റഡ് ഓർ കണക്റ്റഡ് ആയിരിക്കും. അവർക്ക് ഈ പരിപാടിയുമായിട്ട് കാണാനുള്ള താല്പര്യങ്ങൾ കുറയും. അടുത്തതായിട്ട് പറയുന്നത് എക്സാമ്പിൾസ് ആണ്. അതായത് ന്യൂസ് ആങ്കർ എല്ലാ സമയത്തും ഐ കോണ്ടാക്ട് ക്യാമറയുമായിട്ട് നൽകും. കാരണം നമ്മൾ ഹെഡ്ലൈൻസ് ഒക്കെ നമ്മൾ നോക്കിയിട്ടാണ് വായിക്കാറുള്ളത്. ടോക്ക് ഷോ ഹോസ്റ്റ് ചെയ്യുന്ന ആള് ഇവരെന്ത് ചെയ്യും, പല സ്ഥലങ്ങളോട്ട് മൂവ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലും ക്യാമറയെ നോക്കിയിട്ടാണ് എല്ലാ സമയത്തും സംസാരിക്കുക. ഓക്കെ, ഇനി അടുത്തത് വോയിസ് മോഡുലേഷൻസ് ആൻഡ് ക്ലാരിറ്റി എന്നുള്ളതാണ്. അതായത് വോയിസ് മോഡുലേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വോയിസിന്റെ പിച്ചുകൾ ചേഞ്ച് ചെയ്യുക, ടോൺ ചേഞ്ച് ചെയ്യുക, വോളിയം ചേഞ്ച് ചെയ്യുക, ഓരോ കണ്ടന്റിനനുസരിച്ച് ഇത്തരത്തിൽ മാറ്റം വരുത്തുക എന്നുള്ളതാണ് വോയിസ് മോഡുലേഷൻ ആൻഡ് ക്ലാരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വളരെ എന്തിനു വേണ്ടിയിട്ട് ഇമ്പോർട്ടന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫ്ലാറ്റ് ആയിട്ടുള്ള വോയിസുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, കീ പോയിന്റുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ എംഫസൈസ് ചെയ്തിട്ട് അതിന് ഊന്നി പറയുന്നതിന് വേണ്ടിയിട്ട്, കുറച്ചും കൂടി ഡൈനാമിക് ആയിട്ടുള്ള മോർ അപ്പീലിംഗ് കണ്ടന്റുകളൊക്കെ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് വോയിസ് മോഡുലേഷൻസ് നൽകാറുള്ളത്. അപ്പോൾ ഈ ഒരു ടെലിവിഷൻ ആങ്കർ വളരെ സ്റ്റഡി ആയിട്ടുള്ള ന്യൂട്രൽ ആയിട്ടുള്ള ടോണുകളിലായിരിക്കും സംസാരിക്കുക. ഒരു ഗെയിം ഷോ ഹോസ്റ്റ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ വളരെ എനർജറ്റിക് ആയിട്ടുള്ള വോയിസ് വെച്ചിട്ടായിരിക്കും സംസാരിക്കുക. അടുത്ത ഡ്രസ്സിങ് ആൻഡ് അപ്പിയറൻസ് എന്നുള്ളതാണ്. ഡ്രസ്സിങ് ആൻഡ് അപ്പിയറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ധരിക്കുന്ന ക്ലോത്തുകൾ, ഗ്രൂപ്പിംഗ്, മേക്കപ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഡ്രസ്സിങ് ആൻഡ് അപ്പിയറൻസ് എന്ന് പറയുന്നത്. ഇതൊരു പ്രൊഫഷണൽ ആൻഡ് ക്രെഡിബിൾ ഇമേജുകൾ നമുക്ക് നൽകും. കംഫർട്ട് ആൻഡ് കോൺഫിഡൻസുകൾ നമുക്ക് ഒരു സ്ക്രീനിൽ കൊണ്ടുവരാൻ സാധിക്കും. ചില സമയത്ത് നമുക്ക് ബ്രൈറ്റ് റെഡ് അല്ലെങ്കിൽ ഷൈനി ഫാബ്രിക്സ് അല്ലെങ്കിൽ ബിസി പാറ്റേൺസ് തുടങ്ങിയിട്ടുള്ള കളേഴ്സുകളൊന്നും ടെലിവിഷനിൽ ഉപയോഗിക്കാറില്ല. അത് നമുക്ക് ക്യാമറയിൽ നോട്ട് ഗുഡ് ലുക്ക് ആയിരിക്കും എന്നുള്ളത് ഓർത്തു വെക്കുക. അടുത്ത ന്യൂസ് ആങ്കർ വളരെ ഫോർമൽ ആയിട്ടുള്ള അറ്റയറിലായിരിക്കും വരിക. റിയാലിറ്റി ഷോ ഹോസ്റ്റ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ കാഷ്വൽ ആയിരിക്കും, പക്ഷെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റിലായിരിക്കും അവർ വരാറുള്ളത്. ഇനി അടുത്തതാണ് ലൈവ് ടെലിവിഷൻ പ്രോഗ്രാംസ്, വാട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ലൈവ് ടെലിവിഷൻ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, റിയൽ ടൈം ആയിട്ട് പ്രീ റെക്കോർഡിംഗ് ഇല്ലാതെ എന്തൊക്കെയാണോ ഒരു മൊമെന്റിൽ സംഭവിക്കുന്നത് അത് തന്നെ എന്ത് ചെയ്യുക, ബ്രോഡ്കാസ്റ്റ് ചെയ്യുക എന്നുള്ളതിനാണ് ലൈവ് ടെലിവിഷൻ പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. ഇതിൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരിക്കുകയില്ല. ലൈവ് ആയിട്ടുള്ള ടെലിവിഷൻ പ്രോഗ്രാംസ് എന്ന് പറയുന്നത് ഒന്നാമത് എന്താണ്, ന്യൂസ് ബ്രോഡ്കാസ്റ്റ്, ലൈവ് ന്യൂസുകൾ. രണ്ടാമത് സ്പോർട്സ് ഇവന്റുകളാണ്. റിയാലിറ്റി ഷോസ്, ഗെയിം ഷോസ്, അവാർഡ് സെറിമണീസ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്തെന്ന് പറയുന്നത് ലൈവ് ടെലിവിഷൻ പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നാമത്തത് റിയൽ ടൈം ബ്രോഡ്കാസ്റ്റിംഗ് ആണ്. നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുണ്ടായിരുന്നു. അതായത് കണ്ടന്റുകളൊക്കെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നു, ഇൻസ്റ്റന്റ് ആയിട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്യപ്പെടുന്നു വിത്തൗട്ട് എഡിറ്റിംഗ് ഇല്ലാതെ. അപ്പൊ ക്വിക്ക് ആയിട്ടുള്ള തിങ്കിങ്ങും അഡാപ്റ്റബിലിറ്റിയും ഇതിൽ പ്രസന്റേഴ്സിന് അത്യാവശ്യമാണ്. ഓഡിയൻസ് ഇന്ററാക്ഷൻസ് വേണം. ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. വ്യൂവേഴ്സ് ചിലപ്പോൾ കോളിംഗ് പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ റിയൽ ടൈം ആയിട്ടുള്ള ഡിസ്കഷൻസിലൊക്കെ ഇവർ പങ്കെടുക്കാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അതുകൊണ്ട് സ്ട്രോങ് ആയിട്ടുള്ള കണക്ഷൻസ് പ്രസന്റേഴ്സും ഓഡിയൻസും തമ്മിൽ വെക്കേണ്ടത് അത്യാവശ്യമാണ്.
മൂന്നാമത്തെ നോ റൂം ഫോർ മിസ്റ്റേക്സ് എന്നുള്ളതാണ്. അതായത് മിസ്റ്റേക്കുകൾ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ല. അതുകൊണ്ട് കെയർഫുൾ ആയിരിക്കണം, പ്രൊഫഷണൽ ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് എന്താണ്? ക്വിക്ക് പ്രോബ്ലം സോൾവിങ് സ്കില്ലുകളാണ്. പെട്ടെന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യണം? സോൾവ് ചെയ്യുന്ന സ്കില്ലുകൾ വേണം. അടുത്ത അൺപ്രഡിക്റ്റബിലിറ്റി ആൻഡ് എക്സൈറ്റ്മെന്റുകൾ എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നിക്കൽ ഇഷ്യൂസ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഗസ്റ്റിന്റെ കമന്റുകൾ, അതുപോലെ തന്നെ ബ്രേക്കിംഗ് ന്യൂസുകൾ, കാര്യങ്ങളൊക്കെ വരാം. ഇതൊക്കെ എല്ലാ സമയത്തും സംഭവിക്കുക. ആ സമയത്ത് നമ്മൾ കാം ആയിരിക്കണം. അതുപോലെ തന്നെ വളരെ ക്വിക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഇനി ലാസ്റ്റ് ആയിട്ട് ലൈവ് ടി വി പ്രോഗ്രാംസിന്റെ എക്സാമ്പിൾസ് ആണ്. ഫസ്റ്റത്തത് ന്യൂസ് ബ്രോഡ്കാസ്റ്റിന് എക്സാമ്പിൾ ആയിട്ട് BBC ന്യൂസുകൾ, CNN ലൈവുകൾ നമുക്ക് നൽകാം. സ്പോർട്സ് ഇവന്റിന് എക്സാമ്പിൾ ആയിട്ട് ഫിഫ വേൾഡ് കപ്പ്, IPL ക്രിക്കറ്റുകൾ, അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നൽകാം. റിയാലിറ്റി ഷോസിന് എക്സാമ്പിൾസ് ആണ് അമേരിക്കാസ് ഗോട്ട് ടാലന്റ് എന്ന് പറയുന്നത്. ഫൈനൽസ് ഒക്കെ ലൈവായിട്ടാണ് നൽകാറുള്ളത്. അവാർഡ് ഷോസിന് ഓസ്കാർ, ഗ്രാമീസ് അവാർഡുകളൊക്കെ നൽകാവുന്നതാണ് എക്സാമ്പിൾസ് ആയിട്ട്. ടോക്ക് ഷോസിന് എക്സാമ്പിൾ ആണ് ദ ടുനൈറ്റ് ഷോ വിത്ത് ജിമ്മി ഫാലൻ എന്ന് പറയുന്ന എക്സാമ്പിൾ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മൂന്നാമത്തെ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ്സുകൾ മനസ്സിലായി എന്ന് കരുതുന്നു. നോട്ട്സുകൾ ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. അതിൽ നോട്ട്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.